കൃഷ്ണപിള്ള സാറിൻ്റെ മരുപ്പച്ച എന്ന നാടകം അവതരിപ്പിക്കുന്നു. നാടകരചന എൻ കൃഷ്ണപിള്ള, രംഗത്ത് ലീലാപ്പണിക്കർ, ഡോക്ടർ സിന്ധു, ജയകൃഷ്ണൻ കാര്യവട്ടം, അജി എസ്, ജി എസ് മനോജ് കുമാർ, രഘുചന്ദ്രിക. രംഗസംവിധാനം പ്രദീപ് ഐരൂപ്പാറ. സംഗീതം ഹസീം അമരവിള. ദീപവിധാനം എ ഇ അഷറഫ്. ശബ്ദവും വെളിച്ചവും അർച്ചന. സംവിധാനം അനന്തപുരം രവി. അവതരണം എൻ കൃഷ്ണപിള്ള നാടകവേദി. ഇതാണോ തന്റെ 9 മണി? എവിടെയായിരുന്നു ഇതുവരെ? ആരെ കാണിക്കാനാ ഈ കള്ളത്തൊഴിയിലൊക്കെ? കൃത്യം 9 മണിക്ക് തന്നെ വരാന്ന് വിചാരിച്ചാണ് മനെ. അപ്പൊ ദേ കിടക്കണൊരു ഏടാങ്കൂട്. മോള് കൊച്ചിന് പേറ്റുന്നതാണെന്ന് അതിന്റെ തള്ള എന്ന് പറഞ്ഞു. പിന്നെ പോരാ നോക്കുമോ? ഒറ്റ ഓട്ടത്തിന് പതിച്ചേ കണ്ടുപിടിച്ച് വീട്ടിൽ കൊണ്ടാക്കിട്ട് വന്ന വഴിയാ. ഓരോ തവണ ഓരോന്ന് പറഞ്ഞൊപ്പിക്കും. ഒരിക്കൽ ഭാര്യയ്ക്ക് കാസവലിവ്, പിന്നെ ഒരിക്കൽ മകൾക്ക് പ്രസവ വേദന. ഇതൊക്കെ നമ്മൾ വരുത്തി വെക്കണാണ് മോനെ. ഓരോന്ന് വന്ന് കുടിക്കേണ്ട നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കള്ളം പറഞ്ഞ് ബലിച്ചില്ലെങ്കിൽ അപ്പൊ തുടങ്ങും വേദാന്തം. ലൈറ്റേഴ്സ് തന്നെ ഉള്ളത് തന്നെ. ഇവിടെ ഒരു കള്ളം പറയാൻ ഈ നാവ് വളച്ചിട്ടില്ല മോനെ. പോറ്റ് വളർത്തിയ കൊച്ചിന് പേറ്റുന്നോവെന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോരാനൊക്കുമോ? അത് സാമ്പദ്രോഗി 6 മാസം അതിന് വീട്ടിൽ കൊണ്ടയച്ചിട്ട് പോയിക്കുമ്പോ അവൻ കളഞ്ഞിട്ട് പോയതിന് ഞാൻ എന്ത് വേണം? നോക്കട്ടെ, സമയത്ത് ഡ്യൂട്ടിക്ക് വരാൻ പറ്റുന്ന സിപ്പായി മതി ഇവിടെ. പ്രാരാബ്ദങ്ങൾ ചോദിക്കണ പാവത്തങ്ങളാവുമ്പോ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ വന്നോല്ലേ മോനെ? അതൊക്കെ കരുണ ഉണ്ടായി പുറത്ത് മാപ്പാക്കണേ മോനെ. മുന്നിൽ നിന്ന് പ്രസംഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. സമയത്ത് ജോലിക്ക് വരാൻ പറ്റാത്തവൻ വീട്ടിലിരുന്നോണം. ഉദ്യോഗം അങ്ങ് ഇറക്കി വെച്ചേച്ച് കരുണ. പിന്നെ തുടങ്ങി ഒരു ഞരക്കവും വിളിയും. ഒരു സ്വസ്ഥതയും തരത്തിൽ. ഞരക്കോ വിളിയോ? എന്താ മോനെ ഇങ്ങനെ? ഒന്ന് പോകും. പിന്നെ യോജിച്ചോ താനെ? അല്ലല്ല, ഏമാനെ കാണാൻ ഒരാള് വന്നിരിക്കുന്നു. ആരാ? ഏമാന്റെ നാട്ടിൽ നിന്നാ പറഞ്ഞത്. പേര് ചോദിച്ചിട്ട് ഇപ്പൊ വരാം. ഇനി താൻ പേര് നാളെ ഒന്ന് ചോദിക്കണ്ട. താൻ അയാളെ കൂടി കെട്ടി ഓഫീസിൽ പോരാത്തതിന് വീട്ടിൽ ഇത് കാർക്കോടകനാണോ?
മനസ്സിലായില്ല. മനസ്സിലായാലാണ് അതിശയം. എവിടുന്നാണ്? ആദ്യമൊന്ന് പരുങ്ങുമെന്ന് ഞാൻ നേരത്തെ വിചാരിച്ചതാ. പറഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കിയാട്ടെ. പിടി കിട്ടുന്നില്ലല്ലോ. എങ്ങനെ പിടികിട്ടാനാ? ഒത്തിരി കാലമായില്ലേ നമ്മൾ കണ്ടിട്ട്. നേരെ അങ്ങ് പറഞ്ഞൂടെ? ദേ, ഈ നെറ്റിയിലെ പാട് ആര് പിടിച്ചുരുട്ടിയിട്ടാ ഉണ്ടായത്? അതൊന്നും ഞാൻ ഓർക്കുന്നില്ല. കൊച്ചുനാളിലെ വെള്ളം തെറ്റി ഒഴിക്കുകയും ആറ്റിപ്പിടിച്ച് മുക്കുകയും ചെയ്തിട്ടുള്ള തോട്ടുങ്കര ഗോപാലനെ ഓർമ്മയുണ്ടോ? ഓ, അന്നത്തെ കുസൃതിയൊക്കെ ഓർക്കുമ്പോ എന്ത് രസമായിരുന്നു. തോട്ടുങ്കര ഗോപാലൻ. അതെ അതെ അതെ, കണ്ടിട്ട് തീരെ മനസ്സിലായി. തന്നെയുമല്ല കുറെ കാലം ആയില്ലേ കണ്ടിട്ട്. എന്താ ഒരു വിഷമം? എന്താ വിശേഷിച്ച്? ആ വിഷമം എന്താന്ന് പറ. ഒന്നുമില്ല, വന്ന കാര്യം പറയൂ. ഓ, എനിക്ക് പ്രത്യേകിച്ച് വല്ല കാര്യം വേണോ ഇവിടെ വരെ വരാനായിട്ട്? എന്തെങ്കിലും വിശേഷിച്ച് കാണാതിരിക്കില്ലല്ലോ. അത് ഉടനെ അങ്ങ് കയറി പറയാൻ പറ്റുമോ? വേറെ ഒരുപാട് കാര്യം പറയാനുള്ളപ്പം. അതിരിക്കട്ടെ, അന്നെന്താ മാധവൻ പിള്ള അമ്മ മരിച്ചപ്പോ വരാത്തത്? തൽക്ഷണം കമ്പി അടിച്ചിരുന്നതാണല്ലോ. അന്ന് ഞാനൊരു ടൂറിലായിരുന്നു. വന്നതിന് ശേഷം ആ കമ്പിയെല്ലാം കണ്ടത്. ഉയിര് പോകാൻ നേരത്തോ രണ്ട് മക്കൾക്കും കാണാൻ ഒത്തില്ല. ശേഖരൻ ചേട്ടനാണെങ്കിൽ പിന്നെ നാട്ടിലില്ലെന്ന് പറയും. നാട്ടിനുള്ളവനെങ്കിലും വന്ന് കണ്ട് കർമ്മം ചെയ്യട്ടെ എന്ന് കരുതി നേരത്തോട് നേരം കാത്തിരുന്നു. ഒടുക്കം കാണാതായപ്പം സംസ്കാരം ഒന്ന് നടത്തി. ഒരു സ്വന്തവും ബന്ധവും ഇല്ലാത്ത എനിക്കായിരുന്നു കർമ്മം ചെയ്യാനുള്ള വിധി. അല്ലെങ്കിൽ തന്നെ സ്നേഹമല്ലാണ്ട് എന്തോന്ന് സ്വന്തവും ബന്ധവും. എന്നാലും അത് കഴിഞ്ഞിട്ട് അവിടെ വരെ തിരിഞ്ഞു നോക്കാത്തത് കുറച്ച് കടുപ്പമായി പോയി കേട്ടോ. വരേണ്ടപ്പ വരാൻ പറ്റും. പിന്നെ വന്നിട്ട് എന്ത് വിശേഷം? ഇതെന്താ ഒരു ഒരു പരവേശം പോലെ? ചിലപ്പോഴങ്ങനെയാണ് എനിക്ക്. ഇനിയെങ്കിലും പറഞ്ഞുകൂടെ വന്നതിന്റെ ഉദ്ദേശം? ഒരു 100 തവണയല്ല കൊതിച്ചിട്ടുള്ളത് ഒന്ന് കാണാനായിട്ട്. എങ്ങനെ വരാനാന്നേ? പലതല്ലേ പ്രാരാബ്ധം. പെരുത്തൊന്നുമില്ലെങ്കിലും ഇമ്മണി കൃഷിയും ചില്ലറ കൊപ്ര വെട്ടും വീട്ടു ചുമതലയൊക്കെ ആവുമ്പം അല കൊഴിഞ്ഞിട്ട് നേരമില്ലെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. എന്നാലും ആ ആശണ്ടാളത്തിൻ്റെ ഇടയിലും ഞാൻ ഈ മുഖമൊന്ന് ഓർത്തു പോകും. ഇന്നാള് ഇഷ്ടന്റെ പടം ഏതോ ഒരു പത്രത്തിലുണ്ടായിരുന്നല്ലോ. ഏത് പത്രമായിരുന്നത്? ഞാനതങ്ങ് മറന്നും പോയി. ഞാൻ അതും നോക്കി ഒരേ ഇരുപ്പങ്ങ് ഇരുന്നു പോയി. ഒരേ ക്ലാസ്സിൽ 5-8 കൊല്ലം പഠിച്ചും അടിച്ചും കളിച്ചും വളർന്നതൊക്കെ. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടുകാരത്തെ വിളിച്ച് കാണിച്ചു. അവക്കുണ്ടോ വല്ല കീഴും കിഴക്കും? ഞാനാണെങ്കിൽ പഴയതൊന്നും ഓർക്കാറില്ല. ഓർക്കാൻ എനിക്കൊട്ട് താല്പര്യവും. എങ്ങനെ ഓർക്കാനാ? വേറെ ഒരുപാട് കാര്യങ്ങളുള്ളപ്പം ഇതൊക്കെ ഓർത്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? എന്നാലും ചെറുതിലെയുള്ള കളിവിനോദവും കുണ്ടാമണ്ടിത്തരവും ഒക്കെ ഓർത്തുകൊണ്ടിരിക്കുമ്പം ഒരു കുളിര് കോരുന്നത് പോലെ. നോക്കിയേ, ചിലർക്ക് കുളിര് തോന്നും, മറ്റു ചിലർക്ക് ചൂടും. അത് പറഞ്ഞപ്പോഴാ വേറൊരു കാര്യം ഓർത്തത്. നമ്മുടെ ശേഖരൻ ചേട്ടൻ ഇപ്പം എവിടെയുണ്ട്? എങ്ങനെയുണ്ട് പുള്ളിക്കിപ്പം? അന്ന് മാധവൻ പിള്ള അമ്മ മരിച്ചപ്പോഴാ എനിക്ക് ഒടുക്ക ഒരു കത്ത് കിട്ടിയത്. എനിക്ക് പ്രത്യേകിച്ച് വിവരമൊന്നുമില്ല. അതെന്താ അങ്ങനെ? അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാറില്ല. അത് കൊള്ളാലോ. ചേട്ടനും ഇങ്ങനെയാ പിന്നെ എങ്ങനെയാ? എനിക്ക് കുറെ തിരക്കുണ്ട്, തീരെ സാവകാശമില്ല ഇരുന്ന് സംസാരിക്കാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉടനെ ഞങ്ങൾ പറയാം. അതിന് ഇന്ന് അവധിയല്ലേ? മാത്രമല്ല നമ്മൾ എത്ര നാള് കൂടിയിട്ടാ ഒന്ന് കണ്ടത്. അവധിയെല്ലാം നിങ്ങളെ പോലുള്ള ഭാഗ്യവാന്മാർക്ക്. ദാ കണ്ടില്ലേ, കുന്നുപോലെ കിടക്കുന്നു ഫയലുകൾ. തന്നെയുമല്ല, അത്യാവശ്യമായിട്ട് എനിക്ക് പുറത്തു പോകേണ്ട ഒരു കാര്യം. എന്നാലേ കാര്യത്തിന് വീഴ്ച വേണ്ട. എനിക്കാണെങ്കിൽ പോയിട്ട് ഒരു തിടുക്കവുമില്ല. നമ്മൾ എത്ര നാള് കൂടിയിട്ടാ കണ്ടത്. പന്തിനാട്ട് കൂടി കണ്ടിട്ട് ഉടനെ അങ്ങ് പോകുന്നത് ശരിയാണോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ 1 മിനിറ്റിൽ പറയാം, ഉടനെ ഉത്തരവും കിട്ടും. പിന്നെ അതെന്തിനങ്ങ് വെച്ച് താമസിപ്പിക്കണം? ഇത്ര വേണോ ഗൗരവം? ഇത് അല്പം കടന്നുപോയി കേട്ടോ. ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്. വലിയ ഓഫീസർ ആവുമ്പോഴേ അതിന്റെ ഉത്തരവാദിത്വമൊക്കെ കാണിക്കണം. അല്ലെങ്കിൽ ആളുകൾ ചവിട്ടി തേച്ച് കളയുന്നേ. അതുകൂടി കാണാനാ ഞാൻ വന്നത്. എന്നാലും ആളും തരവും നോക്കണ്ടേ?
ഈ ഗോപാലിന്റെ അടുത്ത് വേണോ ഈ മഷടത്തരം? ഉള്ള സമയം തികയാത്തവനാണ് ഞാൻ. അതുകൊണ്ട് ഊര് ചുറ്റി വലം വെക്കാതെ കാര്യം പറയാൻ ആവശ്യപ്പെട്ടു. അത് നിങ്ങൾക്ക് പരിഭവമായി. ഞാനെന്ത് ചെയ്യും? ഞാൻ പരിഭവിച്ചു പറഞ്ഞതാണോ? എന്നാലേ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ വന്നത് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കാര്യം പറയാൻ വേണ്ടാണ്. ചിലപ്പം പറഞ്ഞാൽ അറിയും. നമ്മുടെ കൊച്ചുപറമ്പിലെ നാരായണച്ചാരില്ലേ, നാരായണച്ചാരുടെ മകൾ ഗോമതി എന്ന അതിൻ്റെ പേര്. ഓ, അതിനാണെങ്കിൽ ഇപ്പൊ തന്തയില്ല തള്ളയില്ല. താഴെ പറക്കം മുറ്റാതെ 2-3 പിള്ളേരും ഉണ്ട്. വലിയ അരാജകത്തിലാണ്. ഇപ്പം നിങ്ങളുടെ വകുപ്പില അതിന് ജോലി. വടക്കെങ്ങാണ്ടോ ഏതോ ഒരു കൊട്ടം പിടിച്ച സ്ഥലത്താണ്. ഒരു സ്ഥലം മാറ്റത്തിനായിട്ട് 3-4 അപേക്ഷ അയച്ചു. ഒരിക്കൽ ഇവിടെ വന്ന് കാണുകയും ചെയ്തു. കണ്ടിരിക്കാം. അതിന് ഒരു സ്ഥലം മാറ്റം കൊടുക്കണം. ആ കണ്ണറാ ദുഃഖം കണ്ട് സഹിക്ക വയ്യാഞ്ഞിട്ടാണ് ഞാനിവിടെ വരെ വന്നത്. ഓരോരുത്തരുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും നോക്കി സ്ഥലം മാറ്റാൻ ഒക്കുമോ സർക്കാരിന്? ഇതിന് സർക്കാർ എന്തിന്? നിങ്ങൾ ഒരാൾ മാത്രം വിചാരിച്ചാൽ പോരെ. വേറെ തടസ്സമൊന്നുമില്ലെങ്കിൽ അതങ്ങ് നോക്കി ചെയ്യുന്നതല്ലേ നല്ലത്. മറ്റു തടസ്സമൊന്നുമില്ലെന്ന് ആര് പറഞ്ഞു? കാളയും കലപ്പയുമായിട്ട് നടക്കുന്ന എനിക്ക് ഓഫീസ് കാര്യം വല്ലതും അറിയാമോ? എന്നാലും ഈ കാര്യത്തിനകത്ത് വലിയ ബുദ്ധിമുട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വടക്കര് പലരും ഇല്ലേ ഇങ്ങോട്ടേക്ക് സ്ഥലം മാറ്റത്തിന്? ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സ്ഥലം മാറ്റം ഉണ്ടല്ലോ, അതിന്റെ പേരെന്താണ്? ആ മാറ്റം കൊടുത്താൽ 2 കൂട്ടർക്കും അത് പ്രയോജനപ്പെടും. നിങ്ങൾക്കൊക്കെ അങ്ങനെ പലതും തോന്നും. ഉത്തരവാദിത്തപ്പെട്ടവർക്കേ അറിയൂ അതിന്റെ ബുദ്ധിമുട്ട്. എത്ര ബുദ്ധിമുട്ടിയാലും അഗതിയായ ആ നാട്ടുപുറത്തുകാരി പെൺകുട്ടിയുടെ അപേക്ഷ ഒന്ന് പരിഗണിക്കണം. അല്ലെങ്കിൽ വേണ്ട, എൻ്റെ അപേക്ഷയാണെന്ന് കരുതിയാൽ മതി. ആരപേക്ഷിച്ചാലും കാര്യം നടക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ഇങ്ങനെ ഒരു അപേക്ഷ നിങ്ങൾ പരിഗണിക്കണം. ദുരിതം ചുമക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കണ്ണുനീര് എൻ്റെ കണ്ണുനീരാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ വരെ വന്നത്. ദുരിതം ചുമക്കുന്നവർ പലരും ഉണ്ടാകും ഈ ലോകത്ത്. അതെല്ലാം തീർത്തു കൊടുക്കാമെന്ന് കരാറേറ്റിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾക്കിത് എങ്ങനെ പറയാൻ തോന്നുന്നു ഗംഗാരൻ നേരെ? ആരെയും കബളിപ്പിച്ചു വിടാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അങ്ങ് പറഞ്ഞു. പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി കേൾക്കാനുള്ളതല്ലേ ഉള്ളൂ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഒരു ഛേദവുമില്ലാത്ത ഇങ്ങനൊരു സഹായം നിങ്ങൾക്ക് എനിക്ക് ചെയ്തു തരാൻ മനസ്സില്ലെന്ന്? നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്ക് വിരോധം. ഗംഗാരനാരെ, നിങ്ങൾ ആൾ എത്ര മാറിപ്പോയി. മാറാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? ചിലതുണ്ടെന്നാണ് ഞാൻ ധരിച്ചിട്ടുള്ളത്, മാറിക്കൂടാത്ത ചിലത്. മാറാത്തതായിട്ടൊന്നുണ്ട്, ജീവിച്ചിരിക്കുന്നു എന്ന സത്യം. ജീവിച്ചിരിക്കുന്നത് എന്തിനെന്നു കൂടി വല്ലപ്പോഴും ഓർക്കണം മനുഷ്യൻ. അത് ഓർക്കാൻ എനിക്ക് സമയമില്ല. ജീവിച്ചിരിക്കാനുള്ള മാർഗം ആലോചിച്ച് തീർന്നിട്ട് വേണ്ടേ മറ്റുള്ളതിനെ പറ്റി ചിന്തിക്കാൻ? ഞാൻ ചിന്തിക്കുന്നത് അത് മാത്രമാണ്. ആ ആലോചന തീരുമ്പോഴേക്കും ആയുസ് ഒടുങ്ങും. ഹലോ, ഗംഗാധരൻ നായർ. യെസ് സർ. നോ പ്രോബ്ലം സർ, നെവർ മൈൻഡ്. വൈഫിന്റെ നാട്ടുകാരി. പേരെന്താ? ഇപ്പം തൃപ്പൂണിത്തറയിലല്ലേ? വേണ്ടത് കോട്ടയത്തേക്ക്. ശരിയാക്കാം സർ, ഉടനെ ശരിയാക്കാം. കോട്ടയത്ത് ഒഴിവില്ല. ബട്ട് ഐ ഷാൽ മാനേജ് ഇറ്റ് സർ. നോ പ്രോബ്ലം. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. ഗോപാലപിള്ളേ, എനിക്ക് അല്പം ജോലി തിരക്കുണ്ട്. അറിയേണ്ടതെല്ലാം അറിഞ്ഞില്ലേ? കണ്ടതിൽ സന്തോഷം. അറിയേണ്ടതറിഞ്ഞു, ഒന്നുകൂടെ അറിഞ്ഞു. നിങ്ങൾക്ക് ഉടനെ ഒരു ജോലിയുണ്ടെന്ന്. ആ തൃപ്പൂണിത്തറ ഇരിക്കുന്നവളെ കോട്ടയത്തേക്ക് സ്ഥലം മാറ്റം കൊടുക്കണ്ടേ? അവിടെ ഇരിക്കുന്നത് അങ്ങത്തയുടെ വൈഫിന്റെ നാട്ടുകാരിയല്ലേ? ഗോപാലപിള്ളേ, അത് അധികാരത്തിന്റെ ശബ്ദം, അനുസരിക്കേണ്ട ശബ്ദം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജീവിച്ചിരിക്കാനുള്ള മാർഗത്തെ കുറിച്ച്. സ്നേഹത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് എത്ര നിസ്സാരം. ഗോപാലപിള്ളേ, ഞാനൊരു ഫലിതം പറഞ്ഞോട്ടെ, വിരോധമില്ലെങ്കിൽ. സ്നേഹത്തിന്റെ ശബ്ദം, അങ്ങനെ ഒരു ശബ്ദം ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല. പിറപ്പിച്ചു വളർത്തിയ തന്തയ്ക്കൊരുതുള്ളൂ വായിക്കരിയിടാൻ ഉപകരിക്കാത്ത ഭാഗ്യദോഷി. നിങ്ങളോടൊരു സത്യം ഞാനും പറഞ്ഞോട്ടെ, നിങ്ങളെപ്പോലെ പഠിച്ച് മണ്ടനായ ഒരാളെ ഞാനും കണ്ടിട്ടില്ല.
ആക്ഷേപം എനിക്ക് പുത്തരിയല്ല. ആക്ഷേപമോ? നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. എന്നെ ഓർത്ത് ആരും സങ്കടപ്പെടണ്ട. ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്തത് ഇനി എന്തിന്? വന്ന കാര്യം സാധിക്കാത്തതിലുള്ള വല്ലായ്മ അശേഷമില്ല എനിക്കിപ്പോൾ. ഇപ്പോൾ തോന്നുന്ന ഈ ദുഃഖം ഓർക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലത് വരട്ടെ. ഗോപാലപിള്ളേ, പോകുന്ന വഴിയിൽ ദുഃഖം വർദ്ധിച്ച് വീഴാതെ ഒന്ന് നോക്കിയേക്കണേ. ഈ വീഴ്ചയേക്കാൾ അത് എത്രയോ ഭേദം. പോയോ അയാൾ? പോയാ മോനെ, പോയി തൊലി തിരിച്ചു വിട്ട ഓന്താനെ പോലെ ഇരിക്കുക ഇപ്പൊ അങ്ങനെ മുഖം. അല്ലെങ്കിൽ ആരാ ഇവിടെ വന്നിട്ട് അങ്ങനെ അല്ലാതെ പോയിട്ടുള്ളത്? ഡാമും കൊണ്ട് വന്നിരിക്കുന്നു. ഒരുത്തിയുടെ സ്ഥലം മാറ്റത്തിന് കൈക്കൂലിയും പറ്റിക്കൊണ്ടു. പഴയ പരിചയം പറഞ്ഞ് കാര്യം സാധിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചതാ ആ വിദ്വാൻ. ഇനി കൈക്കൂലിയായിട്ട് വേറെന്തെങ്കിലും ആണോ എനിക്കറിയത്തില്ല. പണ്ടേ തന്നെ താപ്പാനയാണെന്ന് അയാള്. പക്ഷെ യാമാനെ, അങ്ങനെ കണ്ട ആള് പരമചുത്തനും പാവാണെന്നേ തോന്നും. ചാടയല്ലേ അതൊക്കെ അയാൾ. ലാഭമില്ലാത്ത കാര്യത്തിന് ആരെങ്കിലും ഇറങ്ങിത്തിരി. അല്ലെങ്കിൽ ആ പെണ്ണും പിള്ള ഇങ്ങനെ സ്വന്തോ ബന്ധോ വല്ലോ ആയിരിക്കണം. ഏത്? അതൊന്നും എനിക്കറിയത്തില്ല. രണ്ടുപേരും എന്റെ നാട്ടുകാരല്ലേ, തക്ക പ്രതിഫലം കിട്ടിക്കാണും. ഇനി നാട്ടിൽ ചെന്നൊന്ന് വിടായി പറയും, കാര്യം അങ്ങ് സാധിച്ചേക്കാം. പാച്ചുള്ളേ നിക്ക, ഈ ഫയല് കൊണ്ടുപോയി ആ താണുവയ്യനെ ഏൽപ്പിക്കണം. എന്നിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാക്കി ഒപ്പിടിക്കാൻ ഇങ്ങ് കൊണ്ടുവരാം. ശരി. ഇന്ന് അവധിയാണെങ്കിലും ആ താണുവയ്യൻ ഓഫീസിൽ തന്നെ കാണും. ഓടി ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കുന്നു. ആരുമില്ല ഇവിടെ. ആ കുട്ടി എടുത്ത് കരയുന്ന കേൾക്കുന്നില്ലേ? ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കുന്നു. വിളിച്ചു. ആ കുട്ടി കിടന്ന് കരയുന്ന കേൾക്കുന്നില്ലേ നീ? ആ കുഞ്ഞിന്റെ അടുത്ത് കാൽ നാഴിക കഴിയാൻ പോലും നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ. പ്രയോജനം? എന്തും പ്രയോജനം മാത്രം നോക്കി ചെയ്യുന്നവർക്ക് അങ്ങനെ തോന്നും. നാൾക്ക് നാൾ നാഴിക തോറും തേമ്പി തേമ്പി വരികയാണ് ആ കുഞ്ഞ്. ഇതാരറിയുന്നു, ആര് കാണുന്നു? അതാ പറഞ്ഞത് പ്രയോജനമില്ലെന്ന്. ദുരിതം അനുഭവിപ്പിക്കാൻ മാത്രം അതിങ്ങനെ ജീവിച്ചിരിക്കുന്നു. അതിനാണ് അത് ജനിച്ചത്. ഈശ്വര, മനുഷ്യ ജന്മത്തിൽ പിറന്നവർ പറയുന്ന വാക്കാണോ ഇത്? നേര് പറഞ്ഞുകൂടെ? മനുഷ്യജന്മത്തിൽ പിറന്നാൽ എന്നെ കുറ്റം പറയാൻ കിട്ടുന്ന അവസരം ഒന്നും പാഴാക്കാത്തവൾ ആ ദുരിതം അനുഭവിക്കുന്ന കുട്ടിയെ നോക്കാൻ എത്ര സമയം ചെലവഴിച്ചിട്ടുണ്ട്. നട്ടാൽ കുരുക്കുന്ന നുണ പറയാൻ നിങ്ങളുടെ നാവ് എങ്ങനെ പൊങ്ങി? പറഞ്ഞത് ഞാനായതുകൊണ്ട് അതങ്ങ് നുണയെ. സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും ഇങ്ങനെ കരുതുന്ന മനുഷ്യന് മറ്റുള്ളവരോട് എന്ത് അലിവ് കാണാൻ? വെറുതെ അല്ല ആളുകൾ ഓരോന്ന് പറയുന്നത്. ആളുകൾ എന്തു പറയുന്നു? അറിയാനുള്ള കൗതുകം കൊണ്ടല്ല, പറയാൻ ആശിക്കുന്നവരെ നിരാശപ്പെടുത്താതിരിക്കാൻ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. പലരും പറഞ്ഞു കേട്ടത് എന്തിനു ഒളിക്കണം? എത്ര കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട്? ഇത്രയും കാലം ഒളിച്ചില്ലേ, അത് തന്നെ അനാവശ്യം. ഞാൻ ഒളിച്ചെങ്കിലും ഇതിന്ന് അങ്ങാടിയിൽ പാട്ടല്ലേ? എന്നാലും അരമനെ തന്നെ പാടിക്കോ. ആർക്ക് ഛേദം? ഇവിടെ ആർക്കത് പാടി സുഖിക്കണം? എന്നാലും ഇങ്ങനെ ഒരു സൽപ്പേര് കിട്ടാനുണ്ടോ? നിവൃത്തിയുണ്ടെങ്കിൽ അന്യരെ ഉപദ്രവിക്കുന്നതാണ് നിങ്ങൾക്ക് വിനോദമെന്ന്. അവർ സുഖമായി കഴിയുന്നത് കണ്ടാൽ നിങ്ങൾക്ക് സഹിക്കയില്ലെന്ന്. കുറെ പേരുടെ മേൽ കുതിര കയറാൻ ഏത് കഴുതക്കാലും നിങ്ങൾ കുമ്പിട് വന്നു. ഇതിൽ കൂടുതൽ എന്ത് വേണം അപമാനത്തിന്? ഇതെല്ലാം ലോകം ഒരു ഡെപ്യൂട്ടേഷനായി വന്ന് എന്റെ ഭാര്യയെ അറിയിച്ചിരിക്കുന്നു അല്ലേ? എന്നാൽ ഹേ ഭാര്യ, ഇതുകൂടി അറിഞ്ഞോളൂ, ഈ ലോകർക്ക് എന്റെ മേൽ പരാതി പറയാൻ
എന്ത് അവകാശമാണുള്ളത്? ഇത്രയും കാലം അവർ സ്നേഹം വാരിക്കോരി ചൊരിഞ്ഞു കളഞ്ഞു അല്ലേ? വഞ്ചനയും ആക്ഷേപവും പുറകിൽ കുത്തുമാണ് എനിക്ക് ഇന്നേ വരെയുള്ള അനുഭവം. എന്നിട്ടൊരു ലജ്ജയുമില്ലാതെ ആവശ്യപ്പെടുന്നു സ്നേഹം, അനുകമ്പ, സൗജന്യം ആവശ്യപ്പെടുന്ന ഒരു വക്കീലാവാൻ എന്റെ ഭാര്യ. നാട്ടുകാർ പറയുന്ന പേരുദോഷം നിങ്ങളെ അറിയിച്ചതാണോ എന്റെ കുറ്റം? അതെന്റെ കടമയല്ലേ? അതുകൊണ്ടേ നിങ്ങൾ ഇന്ന് സർക്കാരിന്റെ നോട്ടപ്പുള്ളിയല്ലേ? എന്നോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ആ വിവരം? പരാതിക്കുമേൽ പരാതിയായി അതിന്മേൽ അന്വേഷണം നടക്കുകയല്ലേ ഇപ്പോൾ? എന്റെ തെറ്റും കുറ്റവും ശുഷ്കാന്തിയായിട്ട് കണ്ടുപിടിച്ചറിയിച്ചതിന് ഇഷ്ടം പോലെ പരിഹസിച്ചോളൂ, സങ്കടമില്ല. എന്നാലും പറയാനുള്ളത് പറയും. കൂടെ പെരുമാറുന്നവരുടെ കണ്ണിലെ കരടായി കഴിയുന്നത് കൊണ്ട് എന്തു മേന്മ വരാനാണ്? അവരെ ശത്രുക്കളാക്കാമെന്നല്ലാതെ. നിർത്തുകൊള്ളു ദിവസം മറ്റെന്തുമാവാം, ഉപദേശിക്കാൻ മാത്രം തുനിയരുത്. എനിക്കിന്നുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ മാത്രം. ഞാൻ പാടുപെട്ടുണ്ടാക്കിയത് നശിക്കാതെ നോക്കാൻ എനിക്കറിയാം. അതിന് ഞാൻ എന്തും ചെയ്യും. ചെയ്യുന്നത് ഫലിക്കാതെ ഏതെങ്കിലും നശിച്ചു പോകുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് സഹിക്കും. കാണില്ല ആരും കൂടെ, കാണണം എന്ന് എനിക്കൊട്ട് ആഗ്രഹവും. നിങ്ങൾ തന്നെ അങ്ങനെ വന്നാൽ സഹിക്കുന്ന ആൾ. ഓ, കേൾക്കുന്നില്ലേ ആ തളർന്ന ഒച്ച? ഒന്ന് വരും, ആ കുഞ്ഞിന്റെ അടുത്ത് ഒരു അല്പം ഇരിക്കും, അവനെ ഒന്ന് തലോടും. എനിക്ക് കാണണ്ട മരണം മുകളിൽ വട്ടമിട്ട് നിൽക്കുന്ന ആ കുട്ടിയെ. എല്ലാം എന്റെ വിധി. ആ കുഞ്ഞിനിങ്ങനെ വരാനും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാനും. വിധിയോ? എന്ത് വിധി? വഞ്ചനയുടെ ശിക്ഷയാണ് ആ കുട്ടി. വഞ്ചനയോ? ആരുടെ? അറിയില്ലേ? അത് ഞാൻ തന്നെ പറഞ്ഞു തരണോ? എന്താ പറഞ്ഞ? എന്റെ പ്രേമത്തിൽ സംശയിച്ച് ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞ് നീ എന്നെ വിവാഹത്തിന് നിർബന്ധിച്ചില്ലേ? ആ വഞ്ചനയ്ക്കുള്ള ശിക്ഷയാണ് ജന്മനാ രോഗിയായ ആ കുട്ടി. എന്റെ ഭാര്യ എന്നെ സ്നേഹിച്ചത് ഇങ്ങനെയാണ്. പിന്നെയാണ് കുറെ ലോകരുടെ സ്നേഹം. ഓ, ആ പഴംപുരാണത്തിന്റെ കെട്ട് 100ാമത്തെ തവണ അഴിക്കുകയല്ലേ നിങ്ങളിന്ന്? അഴിച്ചപ്പോഴെല്ലാം ഞാൻ അത് കേട്ട് സഹിച്ചു നിന്നതേ ഉള്ളൂ. 2 കൈയും ചേർന്ന് കൊട്ടിയാലല്ലേ ഒച്ചയുണ്ടാവൂ എന്ന് കരുതി ഞാനിങ്ങ് അടങ്ങി. അടങ്ങാതെ എന്തു ചെയ്യും? ചിറക് കെട്ടി എന്ന് പറഞ്ഞു കളയൂ. ഇന്നുവരെ ഒരു അക്ഷരം മറുപടി ഞാൻ പറഞ്ഞിട്ടില്ല. പറയാനില്ല ഞാനല്ല. പറയാത്തതിനും നിങ്ങൾക്ക് എന്ത് ഉത്സാഹമാണ് അത് ആവർത്തിക്കാൻ. ആ എളിവ് കാണാൻ എനിക്ക് അല്പം രസം തോന്നുകയും ചെയ്തു. പക്ഷേ ക്ഷമിക്കുന്നതിനുമുണ്ട് അതിന്. മറുപടി ഉണ്ടെങ്കിൽ അല്ലേ പറയാൻ പറ്റൂ. പകലുപോലെ വ്യക്തമായ സത്യം മറയ്ക്കാൻ പറ്റുമോ? നിങ്ങൾ ഇതൊന്ന് നിർത്തൂ. മറ്റെന്തെല്ലാം ഉണ്ട് സംസാരിക്കാൻ. നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ പോലെ ഞാനും തുടങ്ങിയ. ചേച്ചി അത് വേണ്ട. എനിക്കൊരു ചുക്കം സംഭവിക്കില്ല. ഒന്നും വരാനില്ലേ? അല്ലെങ്കിൽ എന്ത് വരാനാണ്? തനിക്ക് വേണ്ടിയാണ് ഈ ലോകമെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക്. അങ്ങനെ മനോധർമ്മം ഒപ്പിച്ച് വായിക്കുവാ പറയുന്നത് ആര് കാര്യമായിട്ടെടുക്കും? യാതൊരു തെളിവുമില്ലാതെ അതും ഇതും. നിങ്ങൾക്ക് തെളിവ് വേണം അല്ലേ? ഉള്ള തെളിവ് ഞാൻ ഒളിപ്പിച്ചിട്ടേ ഉള്ളൂ. പൊട്ടിയ ചില്ലുകൾ ചേർത്തെടുത്തൊരു വിവാഹ ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ എത്ര മോഹിച്ചെന്നു. ഇത് ഈ നിമിഷം വരെ ഞാൻ ചെയ്ത തെറ്റിന്റെ മുന കൂർപ്പിച്ച് എന്നെ തുടരെ കുത്തി നോവിച്ചിട്ടും ഞാൻ പണിപ്പെട്ട് അതെല്ലാം അടക്കി. ആ മോഹം ഒന്നുകൊണ്ട് മാത്രം. പക്ഷെ സഹിക്കുന്നെന്ന് കരുതി ചവിട്ടി തേച്ചാ തെളിവല്ലേ നിങ്ങൾക്ക് വേണ്ടത്? സംസാരിച്ച് വിയർത്തത് കൊണ്ട് എന്തു പ്രയോജനം? ഹൃദയം പറിച്ച് മുമ്പിൽ വെച്ചാൽ കാണാൻ കഴിയാത്ത കുരുട്. ദൈവത്തിന് ഉത്തരം പറയൂ. ആരാണ് മാവേലിക്കര പുതിയടുത്ത് വീട്ടിൽ ശ്രീദേവി? അവളെ എനിക്കൊരു ശ്രീദേവിയെ ഭൂദേവിയോ ഒന്നും അറിയത്തില്ല. കണ്ട പെണ്ണുങ്ങളുടെ കാര്യമൊന്നും എനിക്ക് കേൾക്കുകയും വേണ്ട. അങ്ങനെ കുടഞ്ഞു മാറി കളയാമെന്ന് നിങ്ങൾ കരുതണ്ട. ഞാൻ അറിയാതെ ആ പണക്കാരി പെണ്ണിന് സംബന്ധം ആലോചിച്ചില്ലേ നിങ്ങൾ? രഹസ്യമായി പെണ്ണു കാണാൻ പോലും പോയില്ലേ? ഓ, നാട്ടിലുള്ളവരുടെയൊക്കെ ഊരും പേരും പറഞ്ഞ് സ്വസ്ഥത കളയാതെ ഒന്ന് കേറിപ്പോകുക കത്ത്. ഞാൻ പോകാം. ഞാൻ പോയി ആ ശ്രീദേവി നിങ്ങളുടെ സംബന്ധാലോചനയെ പറ്റി അന്ന് എനിക്ക് എഴുതി കത്തെടുത്തുകൊണ്ട് വരാം.
നിങ്ങളുടെ കഷ്ടകാലത്തിന് അവൾ എന്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരിയായി പോയി. തെളിവ് കണ്ട് തന്നെ തൃപ്തിപ്പെട്ടുകൊള്ളു. നീ കൊണ്ട് ചൂടാ കത്ത്, ഇല്ലെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ചു വെക്ക. എനിക്കെന്ത് വേണം? ആ കത്ത് ചൂടാനോ? അതൊരു മീനാക്ഷിയെ ചുട്ടരിച്ചു. പനിനീർപ്പൂ പോലെ പരിശുദ്ധയായ ഒരു മീനാക്ഷി. ആ ചുടുചാമ്പൽ മറ്റൊരു മീനാക്ഷിക്ക് പിറവി നൽകി. കല്ലും മുള്ളും കാട്ടുമൃഗങ്ങളും നിറഞ്ഞ ലോകത്ത് ജീവിക്കാൻ പിറന്ന ആ മീനാക്ഷി അവിടെ പടുകുഴിയിൽ പിടിച്ചു തള്ളാൻ നോക്കിയ നെറികെട്ടവനോട് ഒരു പുളി പറഞ്ഞ് രക്ഷപ്പെട്ടു. പക്ഷെ ദയവായി വിശ്വസിക്കും, അവളും ഇന്നിതാ തറതെറ്റ തോറ്റ രീതിയിൽ വീണ് ദഹിക്കുകയാണ്. നീ തോറ്റെന്നോ? തോറ്റതാര്? എന്റെ ജീവിതത്തിലെ ഒരേ ഒരു തോൽവി. നേടേണ്ടതെല്ലാം നേടി വിജയോന്മാദം പിടിപെട്ട രാക്ഷസിയെ പോലെ ഞാൻ നോക്കുന്നിടത്തെല്ലാം നിന്ന് എന്നെ നോക്കി പല്ലളിക്കുന്നു. രണ്ടുപേരും തോറ്റെന്ന് പറയും, അതല്ലേ പരമാർത്ഥം. ഞാൻ എന്തെല്ലാമോ നേടി പോലും. കേൾക്കണ്ടേ അതെന്തെന്ന്? സ്പഷ്ടമല്ലേ അത്? ജീവച്ഛവമായ ഒരു കുഞ്ഞു, മരുഭൂമി പോലെ വീണ്ടും വരേണ്ട ഒരു ജീവിതം. അപ്പോ ഇന്നത്തെ സ്ഥാനം, മാന്യത, ഐശ്വര്യം, ഭദ്രത ഇതൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടി? അന്തസ്സ് പൂശിയ വാക്കെന്തിന്? പച്ചയായി പറയൂ. ഞാൻ കഴിക്കുന്ന ആഹാരവും ഉടുക്കുന്ന വസ്ത്രവും കിടക്കുന്ന വീടും മറ്റു പലതും അതല്ലേ ഉദ്ദേശിച്ചത്? ഈ ചോദ്യം കൂടി ആയപ്പോൾ നാം ആടിയ പ്രേമ നാടകം പൂർണ്ണമായി. ഇതെല്ലാം നിസാരമെന്ന മട്ടിൽ കുറെ സാഹിത്യം വിളമ്പിയത് കൊണ്ട് ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ശരിയാണ്, വളരെ ശരിയാണ്. നിങ്ങൾ ഗതികേടിലാക്കിയ മീനാക്ഷി അത് നേടാൻ ആശിച്ചു, വെറും നിലനിൽപ്പിന് വേണ്ടി. അതിനാണ് അവർ കള്ളം പറഞ്ഞ് നിങ്ങളുടെ ദേഹത്ത് പറ്റിക്കൂടിയത്. ആശിച്ചത് കിട്ടുകയും ചെയ്തു. ഈശ്വര, അതിനു വേണ്ടി അവൾ നഷ്ടപ്പെടുത്തിയത്, ഓമിച്ചത് എന്തുണ്ടായിരുന്നു നിനക്ക് നഷ്ടപ്പെടാൻ? മനസുഖം. മനുഷ്യൻ അതിലും വലുത് എന്തുണ്ട് നഷ്ടപ്പെടാൻ? വേദാന്തം ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഇപ്പൊ അല്പം സ്വസ്ഥതയാണ് വേണ്ടത്. നീ അകത്തു പോയി ലാഭനഷ്ട കണക്കുകൾ തിട്ടപ്പെടുത്തും. പോകും. സ്വസ്ഥതയോ? അത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടാനാണ്? ഒരു കത്തുണ്ടേ മോനെ? കത്തോ? ഓ, എന്ത് ചേട്ടൻ ഇവിടെ വരുന്നു? എന്തിന്? ആരെ കാണാം? എനിക്ക് ഇത് ചേട്ടൻ. യമാനെ, ഫയല് താണുമയ്യർ സ്വാമി തന്നയിച്ചത്. നേരത്തെ യാമ ഒപ്പിടാൻ പറഞ്ഞയച്ചത്. ഓ, കൊണ്ടുപോകും. നശിച്ച ഫയല്. പാച്ചുള്ളേ, ഓ, നിൽക്ക. അതിങ്ങ് കൊണ്ടുവരും. ഇതിനാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. ഇതല്ലാതെ ജീവിക്കാനൊക്കെ യമാനെ, ആഫീസിൽ വേഗപ്പിള്ള സാറ് യമനെ കാണാൻ വാതിലുണ്ട്. കാണാൻ സമയമില്ലെന്ന് പറയൂ. വേണമെങ്കിൽ അയാൾ ഓഫീസിൽ വന്ന് കാണട്ടെ. കള്ളക്കരച്ചിലുമായിട്ട് കാല് പിടിക്കാൻ വന്നതാ ആവേന്ദ്രൻ. ഇപ്പം സസ്പെൻഷനേ ഉള്ളൂ. ഡിസ്മിസൽ ആയിരുന്നു വേണ്ടത്. ആ താണുവയിരിക്കരി വട്ടം അങ്ങ് നിന്നുകളും.
ഞാനിപ്പോ പൂച്ചയെ പോലെ നിന്നിട്ട് 4 ആള് കൂടുന്നിടത്ത് വെച്ച് എന്നെ പരിഹസിച്ച് രസിക്കുക. അതന്നെ. ഇതാണ് അവന്റെ തൊഴിൽ. ആ ഇനിയുണ്ട് കുറെ കരടകന്മാര്, എല്ലാത്തിനും വെച്ചിട്ടുണ്ട്. ഇയലിന് തോന്നുക മാനെ ഇറവാല് കൊണ്ട് അടിച്ച് എരുതി എടുത്തി കളയാമെന്ന്. ആ എനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയും സർക്കാരിന് കള്ളപ്പരാതി ഏൽപ്പിക്കും. ഇതാണ് ഇവന്മാരുടെ സ്ഥിരം പണി. ആ, താഴെ വന്നേ സമ്മാനമുള്ളൂ, എല്ലാത്തിനും ഉണ്ട്. കാലം അങ്ങനെ ആയിപ്പോയാ മാനെ. കൂടെ നടക്കുകയും കാല് വാരുകയും നാട്ടു നടപ്പായി പോയില്ലേ. കൂറും സായൊക്കെ ആർക്കുണ്ടെന്ന്. അല്ലെങ്കിൽ പിന്നെ എന്റെ കൂടെ 10-20 വർഷമായിട്ട് ജോലി നോക്കണ വേലിപ്പിള്ള എന്റെ മോളെ മാപ്പിളയെ പറഞ്ഞ് വഴിതെറ്റിക്കുമായിരുന്നു. ഒന്നുമില്ലെങ്കിൽ അയാൾക്ക് എന്തോരം സഹായം കേട്ടുള്ളവനെ പാച്ചുള്ള. ആർക്ക് വേണം ഇവന്റെയൊക്കെ സായി കൂറും? യമാൻ അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും യമാനെ ഒരു അന്യോന്യവും ഐശ്വര്യവും ഒക്കെ വേണ്ടേ ഒരു ഓഫീസിലുള്ളവർ തമ്മില്? ആ മതി മതി, താൻ ചെന്ന് അയാളെ അങ്ങ് പറഞ്ഞേക്കും. വേണമെങ്കിൽ അയാൾ ഓഫീസിൽ വന്ന് കാണണം. യമാനെ അയാളെ കണ്ടാലേ പോകൂന്ന് പറഞ്ഞിരുന്നാലോ? എഴുതാപ്പുറം വായിക്കുന്നു. ഞാൻ പറഞ്ഞ അനുസരിച്ച മതി. പോയി അയാളങ്ങ് പറഞ്ഞേക്കും. ഇല്ലേ ഇവിടെ? ഒന്നിങ്ങ് വരൂ. വന്ന ഉടനെ കാര്യം അറിയണോ? കാരണമില്ലാതെ വിളിക്കാറില്ലല്ലോ. ആ കാരണമുണ്ടായിട്ട് തന്നെ വിളിച്ചത്. ഇന്നിവിടെ 2 പേർ വരുന്നുണ്ട്. ഇവിടെ എന്നും വരാറുണ്ടല്ലോ പലരും. ഇന്നിവിടെ വരുന്നത് എന്റെ ചേട്ടനും ഭാര്യയും. ചേട്ടനും ഭാര്യയും? അതെ. ചേട്ടൻ? ഏത് ചേട്ടൻ? അങ്ങനെ ഒരാളുണ്ടോ? എനിക്കറിഞ്ഞൂടല്ലോ. അറിഞ്ഞിട്ടില്ല, അറിയിച്ചിട്ടുമില്ല. ഞാൻ മറക്കാൻ ശ്രമിച്ച പലതിലൊന്നാണ് ഈ ചേട്ടൻ. ഇതെങ്ങനെ വിശ്വസിക്കും? ഇക്കാലം അത്രയും ഒരക്ഷരം പോലും ചേട്ടനെ കുറിച്ച് പറയാതിരുന്നിട്ട് ഇപ്പോൾ എവിടായിരുന്നു ചേട്ടൻ? ആ 15 വർഷമായി നാട് വിട്ടിട്ട്. മലയായിലായിരുന്നു. ഇന്നിവിടെ വരുമെന്ന് കത്തുണ്ട്. നേരിട്ട് കാണുന്നതിന് മുമ്പ്, തൊട്ടു മുമ്പ് മാത്രം അറിയുക ഇങ്ങനൊരു ചേട്ടനുണ്ടെന്ന്. ഇത്ര കാലം എന്നെ അറിയിക്കാതിരുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് നേടി? അല്ലെങ്കിൽ എന്തുണ്ട് ഈ വീട്ടിൽ വിചിത്രമല്ലാതെ? ആ ഇപ്പോഴറിയിച്ചത് തന്നെ ഇന്നിവിടെ വരുന്നത് കൊണ്ടാണ്. എനിക്കൊരു ചേട്ടനും ചേച്ചിയും ഉണ്ടെന്ന് കേട്ടപ്പോഴേ മനസ്സിനൊരു സുഖം. ആ സുഖം കാണുമ്പോൾ ഇരട്ടിക്കും. മാനത്ത് നിന്ന് പൊട്ടി വീണതുപോലൊരു വരവ് ആരാവശ്യപ്പെട്ടു? അല്ല, ഇതെന്തു പാട്? നിങ്ങൾക്ക് എന്തോ ഒരു വിഷമം പോലെ. ഇങ്ങനാണോ 15 വർഷം കാണാതിരുന്ന ചേട്ടൻ വരുമ്പോൾ ഇത്തരം ഒരാളെ കാണൂ ഈ ലോകത്ത്? ഇന്നിവിടെ വരുന്നത് ഞാൻ കാണാൻ തീരെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. എന്തെല്ലാം കേൾക്കണം. നിങ്ങൾ തമ്മിൽ പിണങ്ങി പിരിഞ്ഞവരാണോ പണ്ട്? അല്ലെങ്കിൽ പിന്നെ? ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു പിണങ്ങിയിട്ടില്ല. പക്ഷേ 2 വഴിക്കായിരുന്നു ഞങ്ങൾ എന്നും. പഠിത്തവും കളഞ്ഞു പൊളിച്ച് നാടെങ്ങും തെണ്ടിത്തിരുന്ന് നടന്ന ചേട്ടന്റെ പ്രകൃതം ഞാൻ എന്നും വെറുത്തിട്ടേ ഉള്ളൂ. ആ ഞാൻ പറഞ്ഞിട്ടില്ലേ ഞങ്ങളുടെ അച്ഛനെ പറ്റി? പേ പിടിച്ച മൃഗത്തെ പോലെ എൻ്റെ അമ്മയെ ഒറ്റ ചവിട്ടിന് കൊന്ന ആ ഘാതകനെ പറ്റി. ഈശ്വര, അത് കേൾക്കാതിരുന്നെങ്കിൽ. കേട്ട അന്ന് തൊട്ട് അതെനിക്കൊരു പീക്കിനാവാണ്. തീരെ നിസ്സാരമായ തെറ്റിന് പോലും പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുന്ന ആ മനുഷ്യൻ എത്ര ശ്രമിച്ചിട്ടും ചേട്ടന്റെ കാര്യത്തിൽ ഒരു ഫലവും ഉണ്ടായി. വീട്ടിൽ നിന്ന് ഇറക്കി വിടുക വരെ ചെയ്തു. കുറെ കാലം നാട്ടിലെല്ലാം തെണ്ടി നടന്നിട്ട്
ആരും അറിയാതെ സ്ഥലം വിട്ടു. അന്തസ്സില്ലാത്ത ആ ആഭാസനെ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ ഇത്രയും കാലം. മറന്നെന്ന് തന്നെ പറയാം. എന്നിട്ടിപ്പോ മറവിയുടെ തിരമുറിച്ചുകൊണ്ട് ഉയർന്നു വന്നിരിക്കുന്നു. പോയതിൽ പിന്നെ ഇത്ര കാലവും തമ്മിൽ ഒരു ബന്ധവുമില്ലാതെ കഴിഞ്ഞു. ഇങ്ങനെയുണ്ടോ മനുഷ്യർ? ആട്ടെ, ചേച്ചിയെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ആരാണവർ? മലയായിൽ വെച്ച് വിവാഹം കഴിഞ്ഞു എന്നൊക്കെ അറിഞ്ഞു. എനിക്കെന്തോ ഒരു ഭൂതോദയം തോന്നുന്നു. കെട്ടിയടഞ്ഞ ജീവിതത്തിൽ വെളിച്ചം തള്ളിക്കയറുന്നത് പോലെ ഇന്ന് വരുന്നവർ ഇവിടില്ലാത്തതെന്തോ കൊണ്ടുവരുന്ന പോലെ. വരുന്നവർ വരും, വരുന്നത് പോലെ അങ്ങ് പോകും. എന്റെ മനസ്സിൽ ഇന്നേ വരെ അവർക്കില്ലാത്ത സ്ഥാനമാണ് ഇനിയും. ഒരു കാർ നടയിൽ വന്ന് നിന്നു. അവരായിരിക്കുമോ? നിങ്ങളൊരു വലിയ ഓഫീസറാണെന്നും ഇവിടെ വലിയ സെറ്റപ്പ് ആണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ഇതാണ്ട് ഇവിടെ വന്നപ്പോഴേ അതിഥികൾക്ക് ഇരിക്കാൻ തോന്നുന്ന ഒരു ഉണക്ക കസേര. ഓ, നാണക്കേടായിരുന്നു പറയാം, മഹാനാണക്കേടായി. ഇവിടെ വരുന്നവർ ചിലർ എഴുന്നേറ്റ് പോകാറില്ല, അതുകൊണ്ട് ഒരു കസേര ഇട്ടു. ലേഡീസ് വസ്തുതല്ലയോ പ്രമാണം? നീ എന്നിരുന്നു. എടാ ഗംഗേ, നീ അന്തം വിട്ട് കണ്ണു മേടിച്ചിട്ടുണ്ടാകും എൻ്റെ കത്ത് കിട്ടിയത്. പക്ഷേ ഞങ്ങളിന്ന് വരുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകും. സത്യമല്ലയോ? ആ കത്തിലുണ്ടായിരുന്നല്ലോ ഇന്ന് വരുമെന്ന്. അല്ല, ഈ പെൺകൊച്ച് ഓ അനിയത്തി കൊച്ചേ, ആ നിൽക്കുന്ന ഭയങ്കരിയാണ് നിന്റെ ചേച്ചി പ്രമീള. സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം, ഞാൻ പറയാനുള്ളത്. അല്ല, എന്തുവാണ് ഇവിടുത്തെ ചൂട്? മനുഷ്യന് ചത്തുപോകല്ലോ. നല്ല ദാഹമുണ്ട്, ഞങ്ങൾക്ക് കുടിക്കാൻ എന്തുകൊണ്ട്? ആ നില്ല വെച്ചേ, എനിക്കിതിന്റെ പേരെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ? മീനാക്ഷി. നല്ല പേര്, നല്ല ഐശ്വര്യമുള്ള പേര്. ശരി, വേണമെങ്കിൽ ചെന്ന് അനിയത്തിയോടുകൂടെ കുടിക്കും. യവനെ കൊണ്ട് യാതൊരു കൃതവും നിനക്കുണ്ടാവില്ല. ഇരിക്കടേ. നീ എന്താടേ ഒരുമാതിരി പഴുപ്പടിച്ച പോലെ? ആ ഫീസി സ്വതോ കുത്തി ഇരുന്ന് പഴുത്ത് കാണും. പണ്ട് മുതലേ ഇങ്ങനെ തന്നെ ആയിരുന്നു ഇവൻ. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ സ്കൂളിലോട്ട്, അവിടെ നിന്ന് നൂലുകെട്ടി പിടിച്ചോലിഞ്ഞ് വരും തിരിച്ച് വീട്ടിലോട്ട്. ആ നേവനത്തിന് പിത്ത പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഇപ്പോൾ പോയി കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പോയില്ല. ഉള്ള ജോലി ചെയ്യാതിരിക്കാൻ ജോലി ഇല്ലെങ്കിലുണ്ടല്ലോ, അത് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വന്ന് ചെയ്യും. അതാ പാർട്ടി. ജോലി മാത്രം മതിയോ? ആരോഗ്യം വേണ്ടേ? ആ അതൊക്കെ പോട്ട്. നാട്ടിൽ പോകാറുണ്ടോ? അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനങ്ങ് പോവാൻ. അതെന്താ അങ്ങനെ? അച്ഛൻ മരിച്ച വിവരം അറിയിച്ചിട്ട് നീ ഇവിടെ പോകാൻ എന്താ? എന്തിനു പോകണം? ആരെ കാണും? മരിക്കുന്നതിന് മുമ്പ് പോയി കണ്ടോ നീ? അത് പറ. കോളേജിൽ പഠിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത് പിന്നെ ഞാൻ നാട്ടിലോട്ടൊന്നും പോയി. പരമയോഗ്യം. ആണുങ്ങളായാലും അങ്ങനെ വേണം. യോഗ്യ അമൃതവരെ, ഞാൻ പറഞ്ഞില്ലയോ നമ്മുടെ അനിയൻ ഒരു ക്യൂറിയസ് ടൈപ്പാണ്. കൊച്ചുനാളിലാണെങ്കിലും ഇവനൊരു ഫ്രണ്ട് പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ ഉണ്ടോടാ? കാണത്തില്ല. 4 പേര് കൂടുന്നിടത്ത് ഇവൻ്റെ പൊടി പോലും കാണില്ല. അതെന്തിന്? എൻ്റെ മുഖത്ത് നോക്കി 2 വാക്ക് ചൊവ്വ നേരം വിട്ടിട്ടില്ലല്ലോ. പഠിത്തം കുത്തിയിരുന്ന് പഠിത്തം. പക്ഷേ ഇവരെ അങ്ങനെ വിട്ടുകൊടുക്കുമോ? ഇവൻ്റെ ക്ലാസ്സിലെ കുറേ വാൽമാക്രികൾ ഈ പതുങ്ങിയെ എങ്ങനെ ശുണ്ഠി പിടിപ്പിക്കാമെന്ന അവന്മാരുടെ ഒരു നോട്ടം. ആദ്യം കളിയാക്കി നോക്കും, പറ്റിയില്ലെങ്കിൽ ദേഹോദ്രവം ചെയ്തു. യവനെന്താ അതിനൊക്കെ പകരം ചെയ്യുന്നതെന്നറിയാവോ? അതല്ലേ രസം. പറഞ്ഞു കൊടുക്കട്ടോടെ. യവൻ്റെ 19ാമത്തെ ഇടവ് കുത്തിയിരുന്നു മോങ്ങും. അത് തന്നെ. ആ പിന്നെ ഒരുത്തനുണ്ടായിരുന്നു, ഞാൻ അവിടെ വെച്ച് പലപ്പോഴും പറഞ്ഞത്, നീ കേട്ടിട്ടുണ്ട് അതിൻ്റെ പേര്? തോട്ടുങ്കര ഗോപാലിനെ. അവൻ മിടുക്കനായിരുന്നു. അവൻ മറ്റുള്ളവരെന്തെങ്കിലും ചെയ്യാൻ ഇവനെ വന്നാൽ അപ്പം തടുത്തോളും, അടിച്ച് നിരത്തിക്കളയും. ആ ഗോപാലിനെ കാണാറുണ്ടോ? അവനെങ്ങനെ ഇരിക്കുന്നു? കഴിഞ്ഞ ദിവസം ഇവിടെ വന്നായിരുന്നു. നാട്ടില് കൃഷിയും കൊപ്രാവിട്ടും ഒക്കെയാണ്. കൂറും നിറയും ഉണ്ടെങ്കിൽ
അതവനാണ്. അച്ഛൻ അന്ത്യകാലത്ത് അവനല്ലേ ഉറകെയുള്ളൂ. ഞാൻ വരുന്ന പുരത്തിന് നിനക്ക് എഴുതിയപ്പോൾ അവനും എഴുതിയിട്ടുണ്ടായിരുന്നു. അവനൊന്ന് കാണണം. ആ വന്നല്ലോ നമ്മുടെ മീനാക്ഷി കുട്ടി. നിനക്ക് എവിടെ നിന്ന് കിട്ടി കൊച്ചിനെ? അല്ല, നീ ആണെങ്കിൽ ഒരു അക്ഷരം എഴുതത്തില്ല. ഞാനാണെങ്കിൽ എഴുതി എഴുതി മടുത്തു. നിന്റെ ഇപ്പോഴത്തെ ജോലിയുടെ ഈ കല്യാണത്തിൻ്റെ ഒക്കെ കാര്യം ഞാൻ അറിഞ്ഞത് നാട്ടിൽ നിന്ന് മലയാളിയിലോട്ട് തിരിച്ചു വന്ന് ആരൊക്കെയോ പറഞ്ഞിട്ടാണ്. അല്ല, ഭയവും പരാതിയും പറഞ്ഞല്ല. അങ്ങനെ ഏർപ്പാട് പണ്ടുപോലെ എനിക്കില്ല, അത് നിനക്കറിയാതെ. മാവേലിക്കരയിൽ നിന്നാണ് മാന്തോട്ടം എന്ന് പറയും വീട്. അച്ഛനും അമ്മയും മരിച്ചു. വാദ്യാരായിരുന്നു അച്ഛൻ. അല്ല, നീ എങ്ങനെ ഇവിടെ കണ്ടുപിടിച്ചു? ഷീ ഈസ് എൻ എക്സലന്റ് ഫൈൻഡർ. എനിക്കിഷ്ടമായില്ല. പഴങ്കഥയൊക്കെ എന്തിനു പറയും? ഓ എടാ രസിക, ഇതെങ്ങനെയാടാ പഴങ്കഥയാവുന്നത്? ഇത് പഴങ്കഥയാണെന്ന് പറഞ്ഞാൽ അന്ന് തീർന്നില്ലേ ഒരു മാരീഡ് ലൈഫിന്റെ സുഖം മുഴുവൻ? കണ്ടു, ഇഷ്ടമായി, വിവാഹവും അങ്ങ് നടന്നു. എങ്ങനെ? മൈ ഗോഡ്, പ്രേമ വിവാഹം നിനക്കോ? ഡാർലിംഗ്, ഈ പറയുന്നത് കേട്ടോ? ഇവൻ പ്രേമിച്ചെന്ന്. നിനക്ക് എങ്ങനെ കഴിവടാ? ഒരു പെണ്ണിന്റെ മുഖത്ത് ചൊവ്വേ നേരെ നോക്കിയാൽ ബോധം കെട്ട് വീഴൂലേ നീ? അനിയത്തി, പ്ലീസ് കം ഹെൽപ്പ് മീ. ഇവൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? പറ, എനിക്ക് വിശ്വാസം. സത്യം. പറഞ്ഞതിൽ പകുതി സത്യം ഉണ്ടെങ്കിൽ പോലും യവൻ ഇനി എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. ഇങ്ങനൊരു ഇളക്കം പതിവില്ലാതെ എല്ലാം ഒരാൾക്ക് ഒക്കെ നൂറ്റമുള്ളിൽ വേണം. അത് വേണ്ട. ഏതാണ്ട് വൻ കാര്യം സാധിച്ചു പോലെ ഭാവം. അപ്പോൾ ചേച്ചി, നിങ്ങളുടെ വിവാഹവും ഇങ്ങനായിരുന്നോ? അയ്യോ അല്ല, ഈ ത്രിലോക ഭയങ്കരിയൊക്കെ ആരെങ്കിലും പ്രേമിക്കോ കൊച്ചേ? നോ സെൻസിബിൾ മാൻ വിൽ ഡെയർ. പിന്നെ എനിക്ക് അങ്ങനെയൊക്കെ പറ്റി ഒരു വീക്ക് മൊമെൻറ്റിൽ. കേൾക്കണോ നിനക്ക് കഥ? ഞാൻ അവിടെ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന കാലം അവിടെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായി. എ ടെറിബിൾ എക്സ്പ്ലോഷൻ. ആസിഡ് വിടുന്ന് എൻ്റെ ശരീരമൊക്കെ പൊള്ളിപ്പോയി. അവിടെ മാംസം വരെ കരിഞ്ഞു. ആശുപത്രിയിലെത്തും മുമ്പ് തന്നെ എൻ്റെ കാറ്റ് പോകുമെന്ന് കണ്ടവരൊക്കെ പറഞ്ഞു. അവിടെ ചെന്ന് ഏതാണ്ട് ഒരു 1.5 ദിവസം കഴിഞ്ഞാണ് എനിക്ക് ബോധം വന്നത്. കണ്ണ് തുറന്ന് നേരെ നോക്കിയത് ദാണ്ട ഈ സത്വത്തിൻ്റെ മുഖത്ത്. പിന്നെ അങ്ങോട്ട് 6 മാസം ഒരേ കിടപ്പ്. എവിടെ ചൊൽപ്പടി. എന്തൊരുഗ്രം കൽപ്പനകളായിരുന്നു. മിണ്ടിക്കൂട, അനങ്ങിക്കൂട, അവളോട് പറയാതെ ആഹാരം പോലും കഴിച്ചുകൂടാ. എ വെരിറ്റബിൾ ഡിക്റ്റേറ്റർ. ഒടുക്കം ആശുപത്രി വിടാൻ നേരം ഞാനൊന്ന് ആലോചിച്ചു. കാര്യം നമ്മളെ ഇട്ട് പെടാപ്പാട് പെടുത്തിയ കക്ഷിയാണെങ്കിലും ആണ്ട് പൂണ്ട് കിടന്നില്ലേ 6 മാസം. അതിന് എന്തെങ്കിലും ഒരു പ്രതിഫലം കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അല്ല, ഓരെങ്കിലും അത്യാഗ്രഹികളല്ലയോ ഈ വർഗം. കയ്യിലാണെങ്കിൽ ചില്ലി കാശില്ല, കടം വാങ്ങിക്കാനോട്ട് നിവർത്തിയുമില്ല. ഒടുക്കം രണ്ടും കൽപ്പിച്ച് ഞാൻ തീരുമാനം എടുത്തു. എന്തോ വരട്ടെ, എന്നെ തന്നെ അങ്ങ് കൊടുത്തേക്കാം. എവക്കത് മതിയെങ്കിൽ അത് മതിയേ, ധാരാളം മതിയേ എന്നായി ഈ കൗശലക്കാരി. അങ്ങനെ ഞാൻ കൊടുത്തു, ഇവള് വാങ്ങിച്ചു. അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിൽ യാതൊരു പ്രേമവും ഇല്ല, മണ്ണാങ്കട്ടയില്ല. സത്യം സത്യം. ഈ ബെഡായിയൊക്കെ അനിയനും അനിയത്തെയും കളിപ്പിക്കാനേ വന്നു ഭവിച്ച അവരുണ്ടോ അറിയുന്നു. ആകെ പൊള്ളി അറിഞ്ഞ മനുഷ്യന് പെണ്ണു കൊടുക്കാൻ ആരുണ്ട്? ഇനി ഏതെങ്കിലും കുരുടനോ അഗതിയോ അതേ സമ്മതിച്ചാൽ തന്നെ ഏതെങ്കിലും പെണ്ണു തയ്യാറാവുമോ കത്തിക്കരുവാഴ്ച ഇരുപനെ കെട്ടാൻ? എന്തും വരട്ടെ, പുണ്യമുള്ളൊരു കാര്യമല്ലേ എന്ന് വിചാരിച്ച് ആ കുരിശ് ഞാൻ തന്നെ ചുമക്കാന്ന് വെച്ചു. കഴമ്പ് കാണിക്കാൻ പോയ വഴിക്ക് എനിക്ക് പറ്റിയതോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ജോലി വളർത്തി.
കഴുത്തി താലി കെട്ടിയ അന്ന് മുതൽ പട്ടിണി കിടന്ന് നരയിക്കാൻ ഇവിടെ തലയിൽ എഴുതിപ്പോയി. അല്ലെങ്കിൽ ആഹാരത്തിന് വക കെട്ടിക്കൊണ്ടിരുന്ന ആ വെൺപ്രാവിൻ്റെ വേഷവും അഴിച്ച് വെച്ചേച്ച് എന്നെപ്പോലെ ഒരുത്തൻ്റെ ഇവിടെ ആരെങ്കിലും പുറപ്പെടുകയോ ചെയ്യും. പട്ടിണിയോ? അതെങ്ങനെ? ചേട്ടന്റെ ജോലിക്ക് എന്ത് പറ്റി? പട്ടിണി മാത്രവും. കൂട്ടുകാരോടൊക്കെ കുറേശ്ശെ മാന്യമായ രീതിയിൽ തെണ്ടാനും തുടങ്ങി. ഇന്നത്തെ പോലെ വീഴ്ച വരുന്ന ജോലിക്കാർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്നൊരു കാലമാണ് വന്നത്. പിന്നെ കോമ്പൻസേഷൻ എന്നുള്ള പേരിൽ എന്തെങ്കിലും കിട്ടിയാലായി. അത് നോക്കിയിരുന്ന വയറ്റിലോട്ട് വല്ലതും ചെല്ലണ്ടേ? പോരാത്തതിന് ആശുപത്രി വിട്ടെങ്കിലും എനിക്കങ്ങോട്ട് ജോലിക്ക് പോകാനുള്ള ഒരു ആരോഗ്യസ്ഥിതിയിലോട്ട് ആയതുമില്ല. പിന്നെ എവിടെ വീട്ടുകാരുടെ അനുവാദം ഇല്ലാതെ അല്ലായിരുന്നോ ഞങ്ങളുടെ വിവാഹ മഹോത്സവം? ഒരു പാവി ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ കെട്ടിപ്പോയാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? എന്നിട്ട് വേണ്ടായോ വല്ല സഹായവും കിട്ടാൻ. അപ്പോ ക്രിസ്ത്യാനിയാണോ? അപ്പോൾ ഇപ്പോഴും ചേച്ചി എന്താ രണ്ടുപേരും വരണ്ടു പോയോ? അതെ, മിസ്സസ് നായർ ഇപ്പോഴും ക്രിസ്ത്യാനിയാണ്. മിസ്റ്റർ നായർ നായർ. ആകാശം നിന്നിടത്ത് തന്നെ നിൽക്കുന്നു, സൂര്യൻ കിഴക്ക് തന്നെ ഉദിക്കുന്നു. എടാ ഗംഗേ, ക്രിസ്ത്യാനിയുടെ ഇറച്ചിക്കറിയും നായരുടെ മുരിങ്ങയ്ക്ക അവിയലും ചേർന്നാലുള്ളൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ സ്വാദ് അനുഭവിച്ചാൽ തന്നെ അറിയാൻ പറ്റും. എടോ ക്രിസ്ത്യാനി പെണ്ണുമ്പിള്ളേ, നമുക്കേ അതിൻ്റെ സ്വാദ് ഇവർക്കൂടൊന്ന് അറിയിച്ചു കൊടുക്കണ്ടായി. അറിയണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അപേക്ഷിച്ചാലും പോരാ. പിന്നെന്താ വേണം? അതിൻ്റെ ഫീസ് അഡ്വാൻസ് ആയി കിട്ടണം. കൊച്ചേ, നിന്റെ ചേച്ചി ഒരു ക്രിസ്ത്യാനി ആയതിൽ നിനക്ക് എന്തെങ്കിലും വിഷമമോ നിരാശയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണുണ്ടോ? എനിക്കെന്ത് വിഷമം? മതമോ ജാതിയോ എന്തോ ആവട്ടെ, എന്റെ ചേച്ചിയാണോ? എനിക്ക് ധാരാളം മതി. എടേ, അസല് വിപ്ലവമാണല്ലോ കക്ഷി. നിന്റെ ഈ ഇസ്തിരിക്കിട്ട പ്രകൃതമൊക്കെ ഉടഞ്ഞ് ശരിപ്പെട്ട് കാണുമല്ലോ ഈ കാറ്റടിച്ച്. നീ തന്നെ വേണം ഇനിയെത്തി ഇവൻ്റെ ഈ പട്ട കെട്ടിയ കുതിരയെ പോലത്തെ ആ പോക്കൊന്ന് പിടിച്ചു നിർത്താൻ. എനിക്കിഷ്ടമായി, നീ വിളിക്കുക. എനിക്കതിന് അല്പമെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ. പിടിച്ചു നിർത്തുന്നത് പോയിട്ട് ആ പോക്കിന്റെ ഗുണദോഷം എന്ന് പറയാനെങ്കിലും അനുവദിച്ചിരുന്നെങ്കിൽ. ചേച്ചി കരയുന്നതിനെ ഇത്ര മോശം കരയോ? കരയാൻ ഇവിടെ എന്തുണ്ടായി? കരയാൻ കഴിയുന്നത് തന്നെ ഒരു ആശ്വാസമാണ്. ഇവിടെ ഞാൻ ആദ്യമായി കരയാണ് ഈ വീട്ടിൽ വന്നിട്ട്. എന്താടാ ഇതിന്റെയൊക്കെ അർത്ഥം? കരച്ചിലും ചിരിയും ഇല്ലാത്ത വീടാണ് ചേച്ചി. ഇവിടെ ഉള്ളതെല്ലാം തണുത്തു കല്ലിച്ചതാണ്. കടം തൂങ്ങിയ മരവിപ്പിന്റെ ലോകം. ഉച്ചയെഴുപാത്ത തേങ്ങലുകൾ, കാറ്റും വെളിച്ചവും ഇതിനകത്ത് ആദ്യം കിടക്കുന്നത് നിങ്ങൾ എവിടെ കാലുകുത്തിയപ്പോഴാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് കണ്ടത്. ഈ പെൺകുട്ടിയെ ജീവിതത്തിൽ ആദ്യവും കഴിവും പ്രയത്നവും കൊണ്ട് നല്ല നിലയിലെത്തി ഇഷ്ടപ്പെട്ട ഭാര്യയെ മൊത്ത് 4 പേർക്കിടയിൽ സമ്മതനായി നീ ഇവിടെ സന്തോഷിച്ച് കഴിയുന്നു എന്നാണ് ഞാൻ ഇതുവരെ സങ്കല്പിച്ചിരുന്നത്. ആ സങ്കല്പം തന്നെ എന്തുമാത്രം സുഖവും സന്തോഷവുമാണെന്നോ എനിക്ക് തന്നത്. പക്ഷേ ഇവരുടെ കണ്ണുനീര് അത് തകർത്തു കളഞ്ഞു. കണ്ടു നിൽക്കാൻ കഷ്ടം. മീനാക്ഷി ഇവിടെ കുറെ കവിത വിളമ്പിയത് മലയാളം വാദ്യാരുടെ മകളായതുകൊണ്ടായിരിക്കും. എനിക്ക് നേര് പറയാനേ അറിയൂ. നേരിന് കവിതയോളം അനുകമ്പ ഉണ്ടാക്കാനുള്ള കഴിവൊന്നുമില്ല. എനിക്കാരുടെയും അനുകമ്പ ആവശ്യമില്ല. ക്ഷമിക്കണം ചേട്ടൻ. വീട്ടിൽ ആദ്യം വന്നു കയറിയ ഉടനെ ഞാൻ വിഷമിപ്പിച്ചു. അരുതാത്തതാണ് ചെയ്തത്. പക്ഷെ നിങ്ങളെ കണ്ടപ്പോൾ, നിങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് എന്നെ തടയാൻ വയ്യാതെ പോയി. സാരമില്ല, ജീവിതം നീ കുറച്ചേ കണ്ടിട്ടുള്ളൂ. നിനക്കതിൻ്റെ കൊച്ചോളങ്ങൾ പോലും വൻ തിരമാലകളായിട്ട് തോന്നും. അത് നിന്റെ കുറ്റം കൊണ്ടല്ലേ. അപ്പോ ഇതാണ് നീ നടത്തിയ പ്രേമവിവാഹം അല്ലേ? നന്നായി പറഞ്ഞു. പ്രേമവിവാഹം കണ്ടപ്പോൾ തോന്നിയ ഭ്രമം ചെന്ന് കലാശിച്ചത് ഇങ്ങനെ രണ്ടും കെട്ടൊരു വിവാഹത്തിന്. അതെങ്ങനെയോ ആകട്ടെ, തന്നിഷ്ടം പോലെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയവരല്ലേ. പിന്നെന്താ ശ്വാസം മുട്ടാതെയും ശ്വാസം മുട്ടിക്കാതെയും ജീവിച്ച. ഇണങ്ങാൻ എത്ര എളുപ്പം. പിണങ്ങാനോ
നല്ലതിന് തുടങ്ങിയ ഞരമ്പുകൾ എത്ര വലിച്ചു മുറുക്കണം. അങ്ങനെയുള്ള അനുഭവങ്ങൾ മാത്രമേ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവൂ. അതുകൊണ്ടാണ് ഇത്ര ലാഘവത്തോടെ ഇത് പറയുന്നത്. ഇങ്ങോട്ട് നോക്കനിയാ, കൊടുങ്കാറ്റിനും തീമഴിക്കും ഭൂമി കുലുക്കത്തിനും ഇടയ്ക്ക് ആരോ നിർദ്ദയം വലിച്ചെറിഞ്ഞ കൊതുമ്പ് തോണി തുഴഞ്ഞെത്തിയവരാണ് ഞങ്ങൾ. അത്ര ലാഘവത്തോടെ കാണരുത്. ഒരു കുഞ്ഞിന്റെ കരച്ചിലല്ലേ അത്? അതെ ചേച്ചി. സുഖമില്ലാത്ത പോലെ. വന്നു നോക്കൂ, പറയാൻ എനിക്ക് വയ്യ. പ്രമീള, നോക്ക്, നോക്ക്. എന്താടാ കുഞ്ഞിന് എന്തോന്ന് അസുഖം? എടാ നീ എന്താ ഒന്ന് ഉരിയാടാത്തതെന്ന്? ഗർഭത്തിലെ രോഗിയാണ് ആ കുട്ടി. ഈശ്വര, ജനിച്ച് വീണത് തന്നെ തളർവാദവുമായിട്ട്. നോക്കി നിൽക്കാൻ വയ്യനിയ, കണ്ണിൽ ഇരുട്ട് കയറുന്നു. എങ്ങനെ ഇത്രയും നാൾ നീ ഇത് കണ്ടുകൊണ്ട്? ഞാൻ കാണുന്നെങ്കിലല്ലേ ഇടയ്ക്കിടയ്ക്ക് ആ ശബ്ദം ഇങ്ങനെ കേട്ടുപോകും. അതുകൂടി ഒന്ന് നിലച്ചിരുന്നെങ്കിൽ. അതാണ് എന്റെ പ്രാർത്ഥന. വേൺവാക്ക് പറയുന്നു. മനസ്സൊരുക്കി പ്രാർത്ഥിക്കും കുഞ്ഞിന് പൂർണ്ണ സുഖം കിട്ടാൻ. ആ പണിനാഥം ഇവിടെ അങ്ങ് മാറ്റിലിക്കൊള്ളാൻ, ആ ചൈതന്യം ഇവിടെ നിറഞ്ഞു വഴിയാൻ. ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്റെ മനോസുഖത്തിനും ഉത്ഗതിക്കും ഒരേ ഒരു തടസ്സം ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഈ ഞരക്കമാണ്. ആർക്കറിയാം ദൈവനിശ്ചയം? ഒരുപക്ഷെ നിന്റെ നന്മയ്ക്കാകാം ആ കുഞ്ഞിങ്ങനെ പിറന്നത്, അതിൻ്റെ ശബ്ദം നീ മുറക്കി കേൾക്കുന്നതും. ചേച്ചി, നിങ്ങൾ ഇവിടെ വന്നതിൽ പിന്നെ ഒരിക്കലേ കുഞ്ഞു കരഞ്ഞില്ല. ഇപ്പോഴിതാ ചേച്ചി തലോടാത്ത താമസം മയക്കം വിട്ട് കണ്ണു തുറന്നു. തലോടേണ്ട താമസം മയക്കം വിട്ട് കണ്ണു തുറന്നു. ആര് വിശ്വസിക്കാൻ? ബാലപാഠം പോലും അറിയില്ലല്ലോ നിനക്ക്. സ്നേഹത്തിൻ്റെ മാസ്മരിക സ്പർശത്തെപ്പറ്റി നിനക്കെന്തറിയാം? കഴിഞ്ഞ 35 വർഷമായി ആതുര സേവനം ചെയ്യുന്നവളാണ് പ്രമീള. മർമ്മങ്ങളിലെ ചില തലോടൽ പോലും മനുഷ്യനിൽ ഉണ്ടാക്കുന്ന മാറ്റമെന്തെന്ന് നീ കണ്ടറിയാൻ പോകുന്നതേ ഉള്ളൂ. കാത്തിരുന്നോ. ഞാൻ കുറെ പഠിച്ചിട്ടുണ്ട്. ഇനിയൊന്നും പുതിയതായിട്ട് എനിക്ക് പഠിക്കണമെന്നില്ല. എന്നെ ചേച്ചി ഇതിനൊരു തടസ്സവും പറയരുത്. ആർക്കും ബാധ്യതയാകാതെ ജീവിക്കാൻ ചേച്ചി എന്നെ സഹായിക്കണം. ഞാനിവിടെ വന്നത് ആരെയും തമ്മിൽ അകറ്റാനല്ല. ഞാൻ അകലുന്നത് അദ്ദേഹത്തിന് ആശ്വാസമാണെങ്കിൽ ഞാനത് അറിഞ്ഞു പെരുമാറാൻ കടപ്പെട്ടവളല്ലേ? ആരുടെയും ആശ്വാസമാകട്ടെ, നിന്നെ കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ്. ഞാൻ നിങ്ങൾക്കൊരു ഭാരമാവുകയില്ല ചേച്ചി. ആരോടും കണക്ക് പറയാതെ, ആരുടെയും കണക്ക് കേൾക്കാതെ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം. ഭാരമാകുന്ന കാര്യം അതിപ്പോൾ ആര് പറഞ്ഞു? നോക്കുന്നേ, 100 പേരുടെ ഭാരം ഞാൻ ഇപ്പോൾ തന്നെ ചുമക്കും. കൂട്ടത്തിൽ ഒരാൾ നീ, അത്രയേ ഉള്ളൂ. 100 പേരും? അവരാരാ? ഒരു അനാഥാലയം ഒരിക്കൽ എന്നെ രക്ഷിച്ചു. ഞാനിപ്പോൾ കുറെ അനാഥരെ രക്ഷിച്ചു. ചേച്ചി അനാഥാലയം രക്ഷിച്ചെന്ന് വെച്ചാൽ എന്താ അങ്ങനെ സംഭവിച്ചു? ഉണ്ടോ? എനിക്കത് വിശ്വസിക്കാൻ വയ്യ. ഓനെ വിശ്വസിക്കാത്ത നീ പറയുന്ന എങ്ങനെ വിശ്വസിക്കും? ആ അനാഥാലയത്തിൽ അഭയം പ്രാപിച്ച പ്രമീള മലയാളി അറിയപ്പെട്ട ഒരു ലക്ഷപ്രഭുവിന്റെ മകളാണെന്ന് കൂടി അറിയുമ്പോൾ ഏതോ കെട്ടുകഥ കേൾക്കും പോലെ തോന്നുന്നു.
പറയുന്നത് ചേച്ചി ആയതുകൊണ്ട് മാത്രം. വിശ്വസിക്കാതിരിക്കാനും വയ്യ ജയ. അനിയത്തി, കെട്ടിച്ചമച്ച കഥകൾ എത്രയോ നിസ്സാരമാണ് പച്ച മനുഷ്യന്റെ അനുഭവങ്ങൾ ഓർക്കുമ്പോൾ. ജീവിതം എന്നെ അനുഗ്രഹിച്ച അങ്ങനെയാണ്. അതിന് രണ്ടറ്റവും ഒരുപോലെ കാണിച്ചു തന്നെ. 1000 ഏക്കർ എസ്റ്റേറ്റ്, കൊട്ടാരം പോലത്തെ മാളിക, ഒരു പറ്റം ബാല്യക്കാർ, കഴിഞ്ഞൊടിച്ചാൽ കിട്ടുന്ന സുഖസാധനങ്ങൾ, എന്തൊരു പ്രൗഢിയും പ്രതാപവുമായിരുന്നു. അതിൻ്റെ ആ സ്വപ്നത്തിൻ്റെ ഓർമ്മകൾ മാത്രമേ ഇന്നെനിക്കുള്ളൂ. അത് പറയാൻ വിചാരിച്ചതൊന്ന്, പറഞ്ഞത് മറ്റൊന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നീ മലയാളിക്ക് വരുന്ന കാര്യം. അതെ, അത് തന്നെ. നീ അങ്ങനെ നിർബന്ധം പിടിക്കുന്നത് ആലോചിക്കാനുള്ള ശേഷി ഇല്ലാതായിപ്പോയതുകൊണ്ടാണ്. ആയിരിക്കാം. പക്ഷേ ഞാൻ എങ്ങനെ കഴിയും ചേച്ചി ഈ പൊള്ളുന്ന മണൽക്കാട്ടിൽ? കഴിയണം, ജീവിക്കണമേ, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാണ്. മരിക്കാൻ എനിക്ക് ഭയമാണ്. ജീവിക്കണമെന്നാണ് എൻ്റെ ആശ. അത് തഴച്ചതും വളർന്നതും നിങ്ങളെ കണ്ടതിൽ പിന്നീടാണ്. അങ്ങനെ ഒരു ആഗ്രഹമുണ്ടാകും. ഏത് ചുറ്റുപാടിലും ജീവിക്കാൻ കഴിയും. ആ ചുറ്റുപാടുകളെ മെരുക്കിയെടുക്കണം. സദാ വഞ്ചകിയെന്നും ദ്രോഹിയെന്നും കരുതി പെരുമാറുക എങ്ങനെ കഴിയും അത്തരം ഒരു ഭർത്താവുമായി? 1-2 ദിവസമാണോ? മരിക്കുന്നത് വരെ കഴിയാനൊക്കാത്ത ആരുടെ കുറ്റം? എൻ്റെ കുറ്റമോ? ചേച്ചിക്കും ഇതാണോ ധാരണ? എൻ്റെ ഹൃദയം ഒന്നുകൂടി ചേച്ചിയുടെ മുമ്പിൽ മലർത്തി വെച്ചിട്ട്. മലർത്തി വെച്ചതുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. നീ പോലും കാണാത്ത കാര്യങ്ങൾ ഞാൻ കണ്ടു. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ശാന്തമായി ചിന്തിച്ചേ മറുപടി പറയാം. നീ നിന്റെ ഭർത്താവിനെ പഠിക്കാൻ ഒരിക്കലെങ്കിലും ശ്രമിച്ചു? നിങ്ങളുടെ പ്രേമം ഒഴുകിയിരുന്ന സമയത്തും അത് പറ്റി വരേണ്ട സമയത്തും എപ്പോഴെങ്കിലും നീ കരുതുന്നുണ്ടോ നിന്റെ ഭർത്താവ് സുഖമായും ശാന്തമായുമാണ് ജീവിക്കുന്നതെന്ന്? കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ശരിയാണെങ്കിൽ നിന്നേക്കാൾ എത്രയോ ദയനീയമാണ് മണ്ണിൽ പേരുറയ്ക്കാത്ത മരം പോലത്തെ ആ സാധുവിൻ്റെ ജീവിതം. ഞാൻ ഒരിക്കലും അങ്ങനെ കരുതിയിട്ടില്ല. അത്രയെങ്കിലും നന്മയുണ്ടല്ലോ, ആശ്വാസമായി. എന്നിട്ടാണോ ആ പാവത്തിന് ഇവിടെ വിട്ടിട്ട് നീ പുറത്ത് ചാടാൻ ശ്രമിക്കുന്നത്? ഞാൻ വിട്ടുമാറിയാൽ ഒരു വലിയ ഭാരം, നിത്യശല്യം. ഒഴിഞ്ഞ സുഖവും സമാധാനവും കിട്ടും അദ്ദേഹത്തിന്. ഈ ഭോഷ്കൊന്ന് നിർത്താമോ? ആട്ടെ, നമുക്കൊന്ന് പരീക്ഷിച്ചിടാം. നീ ചെന്ന് അനുവാദം ചോദിക്കും. അപ്പോഴറിയാം നീ ചെയ്യുന്നത് ദ്രോഹമാണോ സഹായമാണോ. തീർച്ചയായും അനുവദിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അനുവദിച്ചില്ലെങ്കിൽ അതിന് കാരണം ഞാൻ പോകുന്നത് കൊണ്ടുള്ള സങ്കടമായിരിക്കില്ല. അല്ലാതെ പിന്നെ അഭിമാനക്ഷയം. അഭിമാനം ഒരാൾക്കല്ലേ ഉള്ളൂ. അഭിമാനക്ഷയം ഭയപ്പെടുന്നതിൽ എന്താ തെറ്റ്? പക്ഷെ അതല്ല കാരണം. നിന്നെ തടയാൻ അത് കാണാനുള്ള കണ്ണ് നിനക്കില്ലാതായി പോയി. എനിക്ക് മനുഷ്യരുടെ കണ്ണേ ഉള്ളൂ, ദിവ്യദൃഷ്ടിയൊന്നുമില്ല. മനുഷ്യന്റെ ദൃഷ്ടി നിനക്കുണ്ടായിരുന്നെങ്കിൽ കഷ്ടം. ആ അകം പൊള്ളയായ പാവത്തെ ഇന്നൊരു ഏകാന്ത ജീവിയാണ്. പലരെയും കാണുന്നു, സംസാരിക്കുന്നു, പിരിയുന്നു, ആവശ്യം കൊണ്ട് മാത്രം. യഥാർത്ഥത്തിൽ ജീവിക്കുന്നതോ തികച്ചും ധരിച്ച് ചുറ്റിലും താൻ തന്നെ കെട്ടിപ്പൊക്കിയ ഒരു തടവറി. പിന്നെ നീയുണ്ട്, ചങ്ങാതിയല്ല, പങ്കാളിയല്ല, നേർവഴി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ബന്ധുവുമല്ല. പറയുന്നത് നിനക്ക് അസൗകര്യമാണ്, കേൾക്കുമ്പോൾ ചിന്തിക്കേണ്ടി വരും. ആട്ടെ, നീ ഞങ്ങളോട് തനിയെ വരാമെന്നാണ്? ഞാനും കുഞ്ഞും. ഗംഗാധരൻ നായരുടെ കുഞ്ഞിനെ അപഹരിക്കാൻ തീരുമാനിച്ചു? എന്റെ കുഞ്ഞിനെ പിന്നെ ഞാനല്ലാതെ ആര് നോക്കും? നിന്റെ മാത്രം കുഞ്ഞെന്ന് നീ എത്ര എളുപ്പത്തിൽ പറയുന്നു. അല്ലെങ്കിൽ എന്ത്, ഞാനും നീയും അതല്ലേ ഉള്ളൂ ഇവിടെ. ഞങ്ങൾ എന്നൊരു വാക്ക് ഭ്രഷ്ട് കൽപ്പിച്ച സ്ഥലമല്ലേ ഇത്? ആ കുഞ്ഞിനോട് യാതൊരു കരുണയുമില്ലാത്ത അച്ഛൻ. നിനക്ക് കരുണയുണ്ടോ? നിനക്കുണ്ടോ ആ കരുണ?
രണ്ടുപേരും പരസ്പരം ആര് തെറ്റിയെന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടേണ്ടത് എല്ലാ കുഞ്ഞുങ്ങൾക്കും കിട്ടേണ്ടത് അതിന് മാത്രം കിട്ടി. ആര് വഞ്ചിച്ചു, ആരാദ്യം വഞ്ചിച്ചു, ആര് കൂടുതൽ വഞ്ചിച്ചു എന്ന് അച്ഛനും അമ്മയും കുറ്റപ്പെടുത്താൻ ഇരിക്കുമ്പോൾ പിറക്കുന്ന കുഞ്ഞിന് എങ്ങനെ ഇടുമ്പേറ്റുണ്ടാകും? എത്രയോ നാൾ അരും പട്ടിണി കിടന്ന് ചാകാറായി ഊർദ്ധശ്വാസം വലിക്കുന്ന സ്നേഹത്തിന്റെ സന്തതി. ഹൃദയം നിറയെ കറയിട്ട സ്നേഹമായിരുന്നു എൻ്റെ ഏക സമ്പത്ത്. അത് മുഴുവൻ ഞാൻ ആ കാൽക്കൽ കാണിക്ക വെച്ചു. പകരം എനിക്ക് കിട്ടിയതോ പട്ടിൽ പൊതിഞ്ഞ തീക്കനൽ. പ്രേമനാടകത്തിന്റെ പതിവ് ഭാഷാ പ്രയോഗം ഇമ്മയ്ക്ക് വ്യത്യാസമില്ല. അതെ, ഇത് പണ്ട് നിന്റെ കാമുവിനോട് ഇതേ വാക്കുകൾ തന്നെ പറഞ്ഞിട്ടില്ലേ? മറ്റാരെങ്കിലുമാണ് ഇങ്ങനെ പരിഹസിക്കുന്നതെങ്കിൽ മറ്റാരെങ്കിലും പോലെ തന്നെ ഞാനും മറ്റാരോടെങ്കിലും നീ എങ്ങനെ പെരുമാറുമോ അതുപോലെ എന്നോടും പെരുമാറണം. ഞാൻ ഒന്നുകൂടി പറയട്ടെ, അത് തീർത്തും പരിഹാസമല്ല, ഒരു തണുത്ത സത്യം മാത്രം. നീ ഒരിക്കലും ഗംഗാധരൻ നായരെ പ്രേമിച്ചിട്ടില്ല. അയാൾ നിന്നെ പ്രേമത്തിൽ തന്നെ ദുഷ്പേര് വരുത്തിയ രണ്ടുപേരും. അല്ലെന്ന് മുഖത്ത് നോക്കി പറയാൻ ഞാൻ കഴിയുമോ? മുട്ടുകാലിൽ നിന്ന് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. ലോകമാകെ ചുരുങ്ങി ചുരുങ്ങി ഒറ്റ പുരുഷൻ മാത്രമായിട്ട് എനിക്ക് അനുഭവപ്പെട്ട ആ കാലം അതോർക്കുമ്പോൾ ഇന്നും കോരി തരിച്ചു പോകുന്നു. ഒരേ ഒരു രൂപം, ശബ്ദം, സ്പർശം മാത്രമായിരുന്നു എനിക്ക്. സത്യം, ഈശ്വരനുണ്ട് അതിന് സാക്ഷി. ഈശ്വരൻ എന്തിനെല്ലാം കാവൽ നിൽക്കണം. അടക്കമില്ലാത്ത പ്രായത്തിൽ കണ്ടുമുട്ടിയ ഒരു ആണും പെണ്ണും തൊലിമനുക്കം മാത്രം കണ്ട് രക്തം ചൂട് പിടിച്ച് കുറെ ഏതോ കാടുകൾ കാണിച്ചു. സാക്ഷിയായ ദൈവം ശരി കുറെ അധികം വലിഞ്ഞിരിക്കണം. നിന്റെ നാക്കിറങ്ങിപ്പോയോ? ഇതല്ലേ നിന്റെ പ്രേമലേഖനം? ആ മരമറിയാതെ കൊടിയിട്ട ഞാൻ തന്നെ തെറ്റുകാരി. എന്റെ കണക്കിന് ഒരു പഴഞ്ചൊല്ലി കൂടി, എത്ര നല്ല മരമായാലും ഇത്തിൽ പിടിക്കും. അനിയത്തി, ഈ ഞങ്ങളും പ്രേമിച്ചവരാണ്. പക്ഷേ നിങ്ങളിപ്പോലെ ആകാശത്ത് തൂങ്ങിയൊന്നല്ല, പച്ച മണലിൽ ഉറച്ചു ഒരുമിച്ച് തെണ്ടി, ഒരുമിച്ച് കഷ്ടപ്പെട്ടു, ഒന്നിച്ച് പ്രവർത്തിച്ചു, ഒന്നിച്ച് ഉയരുകയും താഴുകയും ചെയ്തു. അങ്ങനെ കരടായ കരടെല്ലാം വിളിച്ചിറങ്ങി ഞങ്ങൾ ഒന്നായി. ഭാഗ്യം വേണം അതിന്. അല്ലെങ്കിൽ അല്പം ത്യാഗം, സാമാന്യ വിവേകം, ഉറച്ച വിശ്വാസം, അതില്ലെങ്കിൽ ആർക്കും വേണ്ടാതെ ജനിച്ചു ആർക്കും വേണ്ടാതെ ജീവിക്കുന്ന ആ കുഞ്ഞ്. എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്, ഞങ്ങളുടെ കുഞ്ഞ്. നീ അവസാനം പറഞ്ഞത് എന്താണ്? എന്തൊരാനന്ദമാണ് കേട്ടപ്പോൾ. ഇത് പറഞ്ഞു കേൾക്കാൻ ഞാൻ എത്രമാത്രം കൊതിച്ചു. കുറച്ച് നേരം വിശ്രമിക്കും. മീനെ, നീ ഇവിടെ നിൽക്ക, ഞാൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ. ഒരു പോലെ കണ്ണടയ്ക്കാതെ ചേട്ടൻ ഇരിക്കുകയല്ലേ കുഞ്ഞിൻ്റെ അടുത്ത്. ചേച്ചി ചെന്നാൽ ചേട്ടൻ അല്പം വിശ്രമം കിട്ടും. ഇത്രയും വിഷമിക്കാൻ എന്തുണ്ടായി? എനിക്കൊരു സംഗതി പറയാനുണ്ട്. ഉണ്ടായത് എന്തെന്ന് പറയണം. ഇത്ര സുഖമില്ലാതാവാൻ. ഒന്നുമില്ല. എന്റെ മുഖത്ത് കണ്ണില്ലേ?
നീ ഒരു കാര്യം ചെയ്യണം. എന്താ വേണ്ടത്? ഇവിടെ വന്നവർ മടങ്ങി പോകുമ്പോ നീ കൂടി പോകണം ആ കുഞ്ഞിനെയും. ഇന്നലെ വരെ ഞാൻ നിനക്ക് തന്നതൊന്നും ഇനി എനിക്ക് തരാൻ കഴിയില്ല മിനി. ഞാൻ തകർന്നു കഴിഞ്ഞു. എന്ന് വെച്ചാൽ എന്തുണ്ടായെന്ന് പറഞ്ഞൂടെ? എന്റെ ശത്രുക്കൾ ജയിച്ചു. ഏത് ശത്രുക്കൾ? നിനക്ക് വക്കാലത്ത് തന്നിരിക്കുന്ന കുറെ ലോകരില്ലേ, അവർ ജയിച്ചെന്ന് പറഞ്ഞാൽ? ഞാൻ നാളെ തൊട്ട് അവധിയിൽ പൊയ്ക്കൊള്ളാൻ സർക്കാർ ആജ്ഞാപിച്ചിരിക്കുന്നു. എന്താ? അത് തടയാൻ ഞാൻ എന്നാൽ ആവുന്നതെല്ലാം ചെയ്തു. പക്ഷേ അന്ന് ഭവിച്ചതിങ്ങനെ. ഇനി ഒന്നുമില്ലേ നമുക്ക് ചെയ്യാൻ? ചെയ്യാവുന്നതിലൊന്നാണ് നിന്റെയും കുഞ്ഞിന്റെയും രക്ഷയ്ക്കുള്ള വഴി നോക്കുക. മൃഗമാണോ ഞാൻ? എന്നോട് എങ്ങനെ ഇത് പറയാൻ തോന്നി? ഞാൻ നിങ്ങൾക്ക് ആരുമല്ലേ? ഞാൻ പറഞ്ഞത് നിന്റെയും കുഞ്ഞിന്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമുക്കൊന്നിച്ചല്ലാതെ ഏത് നന്മ, ഏത് തിന്മ, അത് മറന്ന് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പാദത്തിൽ വീണ് അപേക്ഷിക്കുകയാണ്. ദയവായി പൊറുക്കൂ. മീനാക്ഷിയാണോ ഈ പറയുന്നത്? നിനക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു മീനു? എന്നിൽ നിന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലാത്ത വാക്ക്. അഭയവും ആശ്രയവും സഹായവും ഒക്കെ ആർക്ക്? ഇരുളിന്റെ കാണാക്കയത്തിലേക്ക് നിലതെറ്റി വീണു എനിക്ക്. ആ കയത്തിൽ നിന്നല്ലേ അരുണോദയം നമ്മുടെ കുഞ്ഞ് ഇറന്നു വീണപ്പോഴേ തളർവാദമായി തേമ്പി കുരടിച്ച നമ്മുടെ കുഞ്ഞിന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്താശ്വാസമാണെന്നോ. ചൈതന്യം ഏറി വരുന്നു. ഒരു മനുഷ്യ കുഞ്ഞിന്റെ വടിവിലായിട്ടുണ്ടിപ്പോൾ. 2 ദേവദൂതരുടെ കയ്യിലാണ് ഇപ്പോൾ ആ കുട്ടി. ദൈവം ചെയ്തത് കണ്ടു. പിന്നെയാണ് 2 ദേവദൂതന്മാരുടെ മഹാത്ഭുതം. വരൂ, ഒന്ന് കുഞ്ഞിനെ ഒന്ന് നോക്കൂ. നീറി പുകയുന്ന മനസ്സിൽ തേന്മഴ പെയ്യ്ക്കുന്ന ആ കാഴ്ച എല്ലാ വേദനയും നിങ്ങൾ അപ്പോൾ മറക്കും. വരൂ. മരുന്നിന് കഴിയാത്തതാണോ മന്ത്രവാദത്തിന്? ഞാൻ വിശ്വസിക്കില്ല. മരുന്നിന് കഴിയാത്തത് മന്ത്രവാദം നേടിയാലോ എന്നാ നീ വിശ്വസിക്കും? ആ, നേടുമ്പം മതിയല്ലോ അതിനുള്ള ഉത്തരം. മതി, ധാരാളം മതി. മീന, നീ ഒന്നകത്ത് പോകുന്നുണ്ടേ. എനിക്ക് എൻ്റെ അനിയനുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ. ഗംഗേ, കഴിഞ്ഞ 10 ദിവസമായി ഞാനിവിടെ വന്നിട്ട് ഇതിനകം പലപ്പോഴും വിചാരിച്ചു നിന്നോട് ചെയ്ത് സംസാരിക്കണം. പക്ഷേ നീ ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറിയതേ ഉള്ളൂ. പക്ഷെ ഇപ്പം നിങ്ങൾ ഇവിടെ സംസാരിച്ചത് കേട്ടപ്പോൾ തോന്നി ഇനി അത് വച്ച് താമസിപ്പിക്കരുത്. ഞങ്ങൾ സംസാരിച്ചത് മുഴുവൻ കേട്ടു നിൽക്കുകയായിരുന്നു. അതെ, മുഴുവനും കേട്ടു. മര്യാദയല്ല മറഞ്ഞു നിന്ന് കേൾക്കുന്നത്. ഓ സാരമില്ല, കേട്ടത് ഞാൻ തന്നല്ലോ. പിന്നെ ഇവിടെ നടക്കുന്ന ചില മര്യാദകേടുകൾ കാണുമ്പോൾ ഇതെത്രയോ ഭേദം. പറഞ്ഞത് മുഴുവൻ കേട്ടല്ലോ, ഇനി എന്ത് പറയാം? പറഞ്ഞത് മുഴുവൻ കേട്ടത് കൊണ്ടാണ് ഉടനെ തന്നെ സംസാരിക്കാമെന്ന് വെച്ചത്. ഇനി എനിക്ക് ഒന്ന് സംസാരിക്കാനില്ല. മുമ്പുമില്ലായിരുന്നല്ലോ. എല്ലാം മനസ്സിൽ അമർത്തിക്കൊണ്ട് നടക്കുന്നവനല്ലയോ നീ? ഉള്ളിൽ കൃമി നിറഞ്ഞ പുഴുത്ത മാമ്പഴം പോലെ. എന്റെ വിഷമം പറഞ്ഞ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ശീലം എനിക്കില്ല. മറ്റുള്ളവരുടെ വിഷമം നിനക്കറിയുകയും വേണ്ട. ഇത് രണ്ടുമാണടാ നിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ടുള്ള തകരാറ് ഞാൻ അങ്ങ് സഹിച്ചു. പിന്നെ നീ അങ്ങ് സഹിക്കും. സഹിച്ച് ഇപ്പൊ ഏതുവരെ എത്തിയടാ? എന്തിനു വെറുതെ എന്റെ കാര്യത്തിൽ ഇടപെടുന്നു? ഞാൻ ആരുടെയും കാര്യത്തിൽ ഇടപെടാറില്ലല്ലോ. എനിക്കാരും വേണ്ട, ഞാൻ ആർക്കുമില്ല. ഒറ്റത്തടി മരമായിട്ടങ്ങ് വളരും. വളർന്ന് ഏതുവരെ എത്തി കാണും ഇപ്പോൾ. എവിടെ ആയാലെന്താ, എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ല, നിനക്കിനി എന്താണ് ഒരു ശരണം? ഒരു മുഴം കയറോ, അതോ ഒരു പതി വിഷമോ, അതോ ഇനി വേറെ വല്ലതും? എന്ത് ശരണമാണെങ്കിലും അതിലാരും ദുഃഖിക്കണമെന്നില്ല. അല്ല, ദുഃഖിക്കണമെന്ന് പറയാൻ ആശിച്ച് നോക്ക്. ആരെ കിട്ടുമതിന്? കൈക്കൂലി അഡ്വാൻസ് ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരാളെ കിട്ടുമോ? ഒന്നും വേണ്ട. നിന്റെ ഭാര്യയെ കിട്ടുമോ? കിട്ടത്തില്ല. ഒന്നും വലയ്ക്കാതെ പോകാമോ? പോകുമെന്നുള്ള കാര്യം തീർച്ച. നീ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ ഞാൻ വന്നത്. അതുകൊണ്ട് പോകാൻ നിന്റെ അനുവാദവും ആവശ്യം.
ആ വന്നതിന്റെ ഫലം ഞാൻ ശരിക്കും അനുഭവിക്കുകയും ചെയ്തു. ഏതിൻ്റെ ഫലമാണ് ആദ്യം അനുഭവിക്കുന്നത്? നീ ഒറ്റ തിരിഞ്ഞ് ജീവിച്ചതിൻ്റെയോ അതോ ഞങ്ങളിവിടെ വന്നതിൻ്റെയോ? ആലോചിച്ച് പറ. ഇനി ആലോചിച്ചിട്ട് എന്ത് ഫലം? ആലോചിച്ചാലേ നിനക്ക് എന്തെങ്കിലും രക്ഷയുള്ളൂ. അതുകൊണ്ട് ഈ ജീവിതം വേണമെങ്കിലല്ലേ? നേടിയതെല്ലാം അപ്പാടെ നഷ്ടപ്പെട്ടു പോയവന് ഇനി എന്ത് രക്ഷ? എന്തിന് രക്ഷ? എന്ത് പമ്പര വിട്ടിത്തം പറയുന്നു? മനുഷ്യൻ നിലനിൽക്കി നിൽക്കുന്നു വെച്ച് ഭ്രാന്ത് പറയുന്നു. 100 ഉദ്യോഗത്തിനുണ്ടാക്കാൻ കൂടാ ഒരു ജീവിതം. നീ എന്തോ നേടി പോലും. നീ എന്ത് നേടി? നീ നേടിയതും നഷ്ടപ്പെട്ടതുമൊക്കെ ഒരു ഭേദപ്പെട്ട വരുമാന മാർഗം, അല്ലാതെ മറ്റെന്തുണ്ടായിരുന്നു നിനക്ക് നഷ്ടപ്പെടാൻ? എന്തിനാടാ ഈ അധികാരം? മനുഷ്യന് നല്ലത് വല്ലതും ചെയ്യാൻ. നീയോ ഇന്നതുവരെ മനുഷ്യനെ ദ്രോഹിക്കാനല്ലാതെ ആ സാധനം ഉപയോഗിച്ചിട്ടുണ്ടോ? പിന്നെ ചത്തുകളയെന്നൊക്കെ പറയുന്നത് കയ്യിലിരുന്ന വരുമാനം പോയതുകൊണ്ട്, അല്ലെങ്കിൽ നടപ്പില്ലാത്ത കാര്യം എന്തിനു പറയുന്നു? നീ ഉണ്ടോ ചാകാൻ പോകും? അതിനും വേണം നല്ല തൻ്റെ ഇടവും ധൈര്യവും ഒക്കെ. ഒന്ന് കൊന്നു തരാവോ? ആ സഹായമെങ്കിലും ഒന്ന്. കൊല്ലാനും ചാകാനും അല്ല നീയാ ഇത്രയും കാലം ഞാൻ ജീവിച്ചത്. തളർന്നവനെ താങ്ങിയിട്ടേ ഉള്ളൂ ഈ കൈ. എടാ ഗംഗേ, നീയും ഞാനും ഒരേ രക്തത്തിൽ പിറന്നവരല്ലേ? നീ ഇങ്ങനെ വെറുമൊരു വട്ടപൂജ്യമായി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്കെങ്ങനെ സഹിക്കൂടാ? ഇത്രയും കാലം മരിച്ച് ജീവിച്ച നീ ഇനിയുള്ള കാലമെങ്കിലും ഒരു മനുഷ്യനെ പോലെ ജീവിക്കുന്നത് കാണാൻ എന്നെ പോലെ ആശിക്കുന്ന ആരുണ്ടടാ? ഒന്നിനും കഴിവില്ലാത്ത, ഒന്നുമല്ലാതായി തീർന്ന ഞാൻ ശൂന്യതയേ ഉള്ളൂ ചേട്ടാ. നോക്കുന്ന ദിക്കിലല്ല. തളർന്നു വീടുന്നവന് വേണ്ടിയുള്ളതല്ല നീയാ ജീവിതം. തത്വം എളുപ്പം പറയാം. ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. കോപ്പി പുസ്തകം മുതൽ ഭഗവത്ഗീത വരെ. യാതൊരു പ്രയോജനവുമില്ല. എടാ നീ ഇങ്ങോട്ട് നോക്ക്. നിനക്കറിഞ്ഞൂടെ ഞാൻ എത്ര പുസ്തകം പഠിച്ചെന്ന്? പുസ്തകം പഠിക്കാൻ നേരം കിട്ടിയില്ല എനിക്ക്. പക്ഷേ ഞാനും ചെറുത് പഠിച്ചു. പച്ചയായ ജീവിതത്തിൽ നിന്ന്. എത്രയോ പേരുമായി ഇക്കാലത്തിനിടയ്ക്ക് ഇടപെടാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ആയിരക്കണക്കിന് ആളുകളെ സ്നേഹിക്കാനും സഹായിക്കാനും അവസരമുണ്ടായി. പക്ഷേ എൻ്റെ അനിയൻ ആരെയും ആരുടെ സ്നേഹവും ലഭിക്കാതെ നെട്ടായമായി ഉയർന്ന് നാരായം പോലെ ജീവിക്കുന്നത് കാണുമ്പോൾ, കുഞ്ഞേ, എന്തെളുപ്പമാണ് സ്നേഹിക്കാൻ, എന്ത് വിമിഷ്ടമാണ് സ്നേഹിക്കാതിരിക്കാൻ. നീ എന്തേ അത് മനസ്സിലാക്കിയില്ല? ഓ, നാക്കെടുത്താൽ സ്നേഹം സ്നേഹം സ്നേഹം. എന്നോട് ഇത് പറയാൻ നാം ഉയരുന്നല്ലോ ചേട്ടൻ. സ്നേഹത്തിന്റെ ഒരു ചെറു കണികയെങ്കിലും എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടുണ്ടോ? കുട്ടിക്കാലത്ത് അമ്മയുടെ സ്നേഹം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടോ? അമ്മയെ കൊല്ലി അച്ഛന്റെ പീഡനമല്ലാതെ എന്തുണ്ടായിരുന്നു എനിക്ക് കുട്ടിക്കാലത്ത്? ഇപ്പോ ഈ കോരി കുടിച്ച് പറയുന്ന ചേട്ടൻ പോലും എന്നിൽ നിന്ന് അകന്നല്ലേ കഴിഞ്ഞിട്ടുള്ളൂ ഇത്രയും കാലം. നീ വിചാരിക്കുന്നു അനിയ ഞാൻ നിന്നെ കുത്തി നോവിച്ച് രസിക്കുകയാണെന്ന്? കഷ്ടം, ഭാഗ്യക്കേട്. എനിക്കതിൽ വിഷമമില്ല. നീ ചോദിച്ച പലതിനും ഉത്തരവില്ല കുഞ്ഞെ. പക്ഷേ ഒരു സത്യം നീ അറിയണം. തന്നാലേ കൊടുക്കൂ എന്ന് ശാഠ്യം പിടിക്കാൻ നമുക്കെന്ത് അവകാശം? കൊടുത്താലേ കിട്ടൂ എന്നറിയാൻ എന്താണ് ഇത്ര വിഷമം? എടാ, ഞാനൊന്ന് ചോദിക്കട്ടെ. നീ ഇവിടെ വന്നിട്ട് എത്ര ദിവസം? പ്രബീള ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി? ഇവിടെ വന്ന് കണ്ടിട്ടുള്ള ബന്ധവും സ്വന്തവും അല്ലേ ഉള്ളൂ? അവളും നീയും തമ്മിൽ അല്ലേ? അവക്കിവിടെ വന്നിട്ട് എന്തായിരുന്നു ജോലി? തിരക്കിയിട്ടുണ്ടോ നീ? നിനക്ക് അതിനൊക്കെ സമയമുണ്ട്. നിന്റെ കുഞ്ഞിൻ്റെ അടുക്കൽ രാപകലിരുന്ന് ശുശ്രൂഷിക്കുകയാണ് അവൾ. എന്തിനാണ് അവളത് ചെയ്യുന്നത്? നീ അവൾക്ക് എന്ത് കൊടുത്തിട്ടാണ്? 2 വാക്ക് സ്നേഹത്തോടെ നീ അവളോട് സംസാരിച്ചിട്ടുണ്ട്? അവളുടെ മുഖത്തൊന്ന് നോക്കിയിട്ടുണ്ടോ? ഒരു തരിമ്പ് സ്നേഹം നീ അവൾക്ക് കൊടുത്തിട്ടുണ്ടോ? അത്ഭുതം തോന്നി പറയുകയല്ല ഗംഗ. സ്വന്തം കുഞ്ഞും മരിച്ചെങ്കിലെന്ന് ആശിച്ച് അതിൻ്റെ മുഖം ഒരിക്കൽ പോലും കാണാൻ കൂട്ടാക്കാതെ കഴിയുന്നവനല്ലടാ നീ, അല്ലേ? ഓ, ഇതൊന്ന് നിർത്തു ചേട്ടാ. എല്ലാം മറക്കും. ഈ ഭാഗ്യം കിട്ടവനെ തന്നെ മറക്കും. മറക്കാം, എല്ലാം മറക്കാം. പക്ഷേ കുഞ്ഞുനാളിൽ എൻ്റെ കൈവിരൽ തുമ്പിൽ തൂങ്ങി സ്കൂളിൽ വന്നിരുന്ന എൻ്റെ കുഞ്ഞനിയനെ ഞാൻ എങ്ങനെ മറക്കൂടാ? അനിയ,
എന്നെ വിശ്വസിക്കും. നമുക്ക് ഈ മരുഭൂമി വിട്ടു പോകാം, ആ പച്ച വിരിച്ച താഴ്വരയിലേക്ക്. എന്റെ കാലുകൾ അനങ്ങാതെ ഞാൻ എങ്ങനെയൊന്ന് മുന്നോട്ടായ? മനസ്സ് നിറയെ ആശിക്കും, കാലുകൾ അനങ്ങും. ഇന്നതുവരെയുള്ള ജീവിതത്തിൽ ഒരേ ഒരു സംഭവം, ഒരു സന്ദർഭം, നിമിഷം മാത്രമേ ഉള്ളൂ ദീർഘമായി, അർത്ഥവത്തായി. അതാണത്. നീ കൈപിടിക്കും. ഹരിയ, നമ്മുടെ കുഞ്ഞ് കുഞ്ഞ് നമ്മുടെ കുഞ്ഞ് കുഞ്ഞ് കട്ടിൽ എഴുന്നേറ്റിരിക്കുന്നു. ഈശ്വര, കുഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നു. എന്റെ കുഞ്ഞ് കട്ടിൽ എഴുന്നേറ്റിരിക്കുന്നു. സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കാൻ തുടങ്ങി. അയ്യോ, എന്റെ കുഞ്ഞ്. ചേച്ചി, ഞാൻ അവനെ ഒന്ന് കണ്ടോട്ടെ. ഞാൻ എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടോട്ടെ. നമ്മൾ വന്ന് വെറുതെ ആയില്ല. കണ്ണിന് കാഴ്ച നൽകി അനുഗ്രഹിച്ചവര് മാപ്പ് തരും. എനിക്ക് മാപ്പ് തരും. ഇനി എന്റെ ജീവിതം നിങ്ങളുടെ കൈകളിൽ. സംക്രമസൂര്യനുദിച്ചു, സംക്രമ സൂര്യനുദിച്ചു, മനസ്സിൻ താഴ്വരയാകെ ഉണർന്നു. പുതിയ പ്രതീക്ഷയുമായി സൗഹൃദ കിരണാവലികൾ വിരിഞ്ഞു. പുതിയ പ്രതീക്ഷയുമായി സൗഹൃദ കിരണാവലികൾ വിരിഞ്ഞു.